ഇവിടെ ദൈവജനത്തിൽ നാം വളരെയധികം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇതിനെ മൂന്നായി തരംതിരിച്ച് പഠിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവസഭ എന്നതിന്റെ ആമുഖം. എന്താണ് ദൈവരാജ്യം, എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവസഭ എന്നതിന്റെ ആമുഖം. രണ്ട്, ദൈവരാജ്യത്തിന്റെയും ദൈവസഭയുടെയും മർമ്മങ്ങൾ. മൂന്ന്, യേശുക്രിസ്തുവിനോടുകൂടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിശുദ്ധന്മാർ ആരൊക്കെ എന്നുള്ള മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. മൂന്ന് വിഷയങ്ങൾ, പ്രധാനമായിട്ട് മൂന്ന് വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവസഭ. ഇതെല്ലാം ഒന്നാണോ അതോ ഇതെല്ലാം വ്യത്യസ്തങ്ങളാണോ എന്നുള്ളത് നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നമുക്ക് ദൈവം കൃപ തന്നിരിക്കുന്നു, വരം തന്നിരിക്കുന്നു പറഞ്ഞു. എന്നാൽ എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാം അവരോട് എന്ത് പറയും? മൂന്ന്, ദൈവമായ കർത്താവ് തന്റെ സകല വിശുദ്ധന്മാരുമായിട്ട് വരുമെന്നുള്ള ആ തീമിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിലൂടെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്, ആരൊക്കെയായിരിക്കും, ആ വിശുദ്ധന്മാർ ആരൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ മൂന്ന് വിഷയത്തിൽ അടിസ്ഥാനമാക്കി ചിന്തിപ്പാനാണ് കർത്താവിൽ നാം താല്പര്യപ്പെടുന്നത്. ഈ മൂന്ന് വിഷയങ്ങളാണ് നാം ചിന്തിക്കുന്നത്. സബ്ജക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് ദൈവരാജ്യം, അല്ലെങ്കിൽ നമുക്കൊരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്നതിന്റെ ഡെഫിനിഷനോ? നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിന് ഒരു അതിരുണ്ടായിരിക്കണം. അതിന് ആകാശത്തിന്റെ അതിരുണ്ട്, കടലിന് അതിരുണ്ട്, കരയ്ക്ക് അതിരുണ്ട്. അതുപോലെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു ഗവൺമെന്റിന് കീഴിൽ ഒരേ ആശയം ഉൾപ്പെടുന്ന ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അതിരിനുള്ളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ഗവൺമെന്റിന്റെ അധീനതയിൽ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ളവർ ഒന്നു ചേർന്ന് ജീവിക്കുന്നതിനെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ രാജ്യം, നമുക്ക് അതിർത്തികളുണ്ട്. കരയിലൂടെ അതിർത്തിയുണ്ട്, ആകാശത്തെ അതിർത്തിയുണ്ട്. കഴിഞ്ഞ ദിവസം യുദ്ധത്തെ കുറിച്ചൊക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാമായിരുന്നു. നമ്മുടെ എല്ലാ സന്നാഹങ്ങളും 3 സൈനിക ഫോഴ്സുകളും എന്ത് ചെയ്തു? അതിർത്തി കാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ജാഗരൂകരായി തീരുമാനമായിരുന്നു. കര കാക്കുവാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു, ആകാശത്തെ അതിർത്തി കാക്കുവാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു, കടലിന്റെ അതിർത്തി കാക്കുവാൻ വേണ്ടി നേവി ഉണ്ടായിരുന്നു. അപ്പോൾ ആർമിയും നേവിയും എയർഫോഴ്സും എല്ലാം കൂടി ചേർന്നാണ് ഈ നമ്മുടെ രാജ്യത്തെ സംരക്ഷണം തീർത്തിരിക്കുന്നത്. യുദ്ധം വരുന്ന പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമൊക്കെയാണ്. പക്ഷേ അതിൽ പങ്കെടുത്ത പട്ടാളക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം എന്റെ വിഷമം, ബുദ്ധിമുട്ട് എന്താണെന്ന്. എല്ലാവർക്കും പറയാം യുദ്ധം നടക്കട്ടെ, ബോംബ് ഇട്ടെ, മിസൈൽ ഇട്ടെന്നൊക്കെ പറയാം. പക്ഷേ ഒരു ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നെഞ്ചിരിപ്പ. കാരണം എപ്പോഴാ എങ്ങോട്ടാ പോകേണ്ടത് അറിയില്ല. കാരണം അത്രമാത്രം എന്നാൽ ധൈര്യത്തോടെയാണ് അന്നും ജീവിച്ചിട്ടുള്ളത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അവധി ക്യാൻസലായി പോകും. 5-6 പ്രാവശ്യമൊക്കെ എന്റെ അവധി ക്യാൻസൽ ആയിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായാൽ ഇവരെന്നെ അത് അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. പിന്നെ ട്രെയിനിന്റെ അകത്ത് റിസർവേഷൻ ഒന്നുമില്ലാതെ ബാത്റൂമിന്റെ അടുത്തൊക്കെ ഇരുന്ന് പോകണം യാത്രയാണ് പട്ടാളക്കാര്. ഞാൻ പറയുന്നത് അവരെ എല്ലാവരും ഈ യുദ്ധം വരുമ്പോഴൊക്കെ ഓർത്തും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അവരനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസമൊന്നും പിന്നീട് ആരും ഓർക്കത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ രാജ്യം കാക്കുന്ന ഒരു രാജകീയ ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുണ്ട്. അതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ രാജ്യത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എന്താണ് ദൈവരാജ്യം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഞാൻ ഒരുപക്ഷെ ഇതിനോടകം നിരവധി കമന്ററീസ് ഒക്കെ നോക്കിക്കാണും, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കാണും, ഞാനും പരിശ്രമിച്ചു നോക്കി. പക്ഷേ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു നിർവചനം അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാം, പ്രസ്താവിക്കാം എന്നുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്തായിരിക്കാം ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു നിർവചനം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകും. കാരണം നമ്മൾ ഏത് കാര്യം എടുക്കുമ്പോഴും അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ദൈവരാജ്യം എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥത്തിൽ ദൈവം എനിക്കെന്ന കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് അങ്ങനെ ആകണമെന്ന് ഇല്ല. നിങ്ങൾക്ക് വേണേൽ അതിനെ എതിർക്കാം, അംഗീകരിക്കാം, ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ കമന്ററീസ് കടമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കടമുണ്ട്. ഈ പഠിച്ചവർക്കൊക്കെ അറിയാം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ആശയങ്ങളാണ് അവര് പങ്കുവയ്ക്കുന്നത്. എന്നാൽ പുതിയൊരു ആശയമായിട്ട്
ഞാൻ ഇതിനെ പറയുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നിന്ന് സർവശക്തനായ ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്ന ജനതയുടെ സമൂഹത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്നാൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ സർവശക്തനായ ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്ന ആരാധിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മനസ്സിലാൻ വിചാരിക്കുന്നു. അപ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇതിന് അതിർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആകാശത്തിന് കീഴിൽ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ദൈവസഭയുടെ അതിർത്തിയെ കുറിച്ച് പറയുമ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യൻ എവിടെ പോയി പാർത്താലും, നമുക്കറിയാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോസ്മോനോട്സ് ഒക്കെ പോയിരുന്ന സ്ഥലത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുന്ന് നാട്ടിലോട്ട് എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. അന്ന് ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ മനുഷ്യരുടെ മാത്രമായിരുന്നെങ്കിൽ ഇത് വരുമ്പോൾ സ്പേസിൽ പോയ ഒരാള് ആരാധന പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്തേനെ? ചോദ്യം ചെയ്യപ്പെട്ടു പോയ. പക്ഷേ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ ദൈവം രചിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് നാം ഇപ്പോൾ അത് മനസ്സിലാക്കി. അതായത് ഇങ്ങനെയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയത്തില്ല. പക്ഷേ നമുക്കറിയാം ആ ബഹിർകാശത്തിൽ പോയി അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നീണ്ട വർഷങ്ങൾ അവിടെ കിടക്കേണ്ടി വന്നു. അതേ എല്ലാ സൺഡേയും ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആകാശത്തിന് കീഴിൽ അദ്ദേഹം ദൈവഭക്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം എതിൽപ്പെടുന്നതാണ്, ദൈവത്തിന്റെ രാജ്യത്തിൽപ്പെടുന്നതാണ്. സമുദ്രത്തിന്റെ ആഴത്തിൽ പോയാലും അവിടെ അന്തർവാഹിനിയിൽ നിന്നും ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവനും ആരാണ്? അവനും ദൈവരാജ്യത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ അതിർത്തി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ എവിടെയെല്ലാം ഉണ്ടോ, ആകാശത്തിന് കീഴിൽ എവിടെയെല്ലാം മനുഷ്യൻ എത്തിച്ചേരാമോ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനസമൂഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്താണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്നാണ് ഉണ്ടായത്? പൊതുവെയുള്ള ചിന്ത അനുസരിച്ച് കർത്താവിന്റെ ഒന്നാമത്തെ വരവോടുകൂടിയാണ് ദൈവരാജ്യം ദൈവസഭ സ്ഥാപിക്കപ്പെട്ടെന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് നാം ഇന്ന് പോലും ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ ചിന്തിച്ചു വെച്ചതായിരുന്നു, കർത്താവ് ക്രൂശിൽ വന്ന് കർത്താവ് സ്ഥാപിച്ചതാണ് ദൈവരാജ്യം ദൈവസഭ എന്നാണ്. എന്നാൽ നാം വചനം ആഴമായി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുന്ന ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ദൈവരാജ്യം എക്സിസ്റ്റിംഗ് ആണ്, ഉള്ളതാണ്. അപ്പോൾ ദൈവരാജ്യം ഉണ്ടെന്ന് അവിടെ വളരെ വ്യക്തമായി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. ദൈവം പറഞ്ഞു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുന്നു. അതേക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്നാണ് സ്ഥാപിതമായത്, അല്ല എന്നാണ് ആരംഭമിട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ദൈവം വായിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കാരണം നിങ്ങൾ പിന്നീട് സംശയങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. ആ സംശയം ചോദിക്കുന്നതാണ്. എന്നാൽ സംശയം ചോദിക്കുന്ന മുമ്പായി തന്നെ ഇതിനുള്ള ആധികാരികമായിരിക്കുന്ന ദൈവജനത്തിന്റെ ചിന്ത കൂടി പറഞ്ഞു പോയെങ്കിലേ നമുക്ക് കാര്യങ്ങൾ യഥാവിധം മനസ്സിലാകുകയുള്ളല്ലോ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു വചനം വായിക്കുമ്പോൾ എന്നു മുതലാണ് ദൈവരാജ്യം ഒരുക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് 25-ാം അധ്യായം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 25-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം, രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. അപ്പോൾ ലോകസ്ഥാപനം മുതൽ ദൈവരാജ്യമുണ്ട്. ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ രാജ്യം എന്നുവരെയാണുള്ളതെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ ഇവിടെ നിന്നറിയാമോ?
1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് കർത്താവ് ഇവിടെ വരുമ്പോൾ കർത്താവ് പറയുന്നത് അതിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പിതാവ് ലോകസ്ഥാപനം മുതൽ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്ത് ചെയ്യാം, അത് അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നതോട് ഞാൻ വായിക്കാം. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെടുകയോ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുക. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയോടുകൂടി ദൈവരാജ്യം എന്നുള്ള കൺസെപ്റ്റ് തീരും. ദൈവരാജ്യം എന്നുള്ള കാര്യം അവസാനിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയോടുകൂടി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദൈവരാജ്യത്തിന്റെ ആരംഭം ലോകസ്ഥാപനം മുതലാണ്. അത് ഈ ലോകം കത്തി അഴിയപ്പെടുന്നതോടുകൂടി ദൈവരാജ്യം എന്നുള്ളത് അസ്തമിച്ചു പോകും, അത് പിന്നീട് കാണത്തില്ല. എന്നാൽ പിന്നീട് നിൽക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നാം പഠിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലായി. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ദൈവം വേർതിരിച്ചെടുക്കുന്ന കാലാകാലങ്ങൾ എടുക്കുന്ന വ്യക്തികളാണ്. അത് കർത്താവിന്റെ വരവോട് കൂടിയല്ല സ്ഥാപിതമായത്, അതിനു മുമ്പും എക്സിസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അതിന് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിഷയം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകസ്ഥാപനം മുതൽ ദൈവം പ്ലാൻ ചെയ്ത് പദ്ധതിയിരിക്കുന്നതാണ് ദൈവരാജ്യം എന്നുള്ളത് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നല്ലോ. ആ ദൈവരാജ്യത്തിന്റെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതിന് ഒരു കാലമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയപ്പോൾ ലോകസ്ഥാപനം മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമായി ഈ ലോകം, ഈ ഭൂമിയും ആകാശവും കത്തി ചെയ്യപ്പെടുന്നതോടുകൂടി ദൈവരാജ്യം കാണുകയില്ല. അതോടുകൂടി അത് മാറ്റപ്പെടുകയും അതിനുശേഷമായിട്ടുള്ളത് നിത്യജീവിതത്തിലേക്കുള്ള കാര്യമാണ്. അതുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തെ നമുക്ക് 4 തരംതിരിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. 1, ഭൂതകാല ദൈവരാജ്യം. 2, വർത്തമാനകാല ദൈവരാജ്യം. 3, ഭാവികാല ദൈവരാജ്യം. 4, നിത്യയുഗ സ്വർഗരാജ്യം. ദൈവരാജ്യത്തെ കാലങ്ങളുടെ ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഭൂതകാല ദൈവരാജ്യം, വർത്തമാനകാല ദൈവരാജ്യം, ഭാവികാല ദൈവരാജ്യം, നിത്യ യുഗ ദൈവരാജ്യം എന്നിങ്ങനെ 4 നമുക്ക് ഇതിനെ തരംതിരിച്ച് പഠിക്കുവാൻ സാധിക്കുന്നത്. ഭൂതകാല ദൈവരാജ്യം എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് നാം ഇവിടെ ഇന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്താണ് ഭൂതകാല ദൈവരാജ്യം എന്നുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം യേശു യേശു 1ാമത് വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോൾ എന്തായിരുന്നു ഭൂതകാലത്തിലെ ദൈവരാജ്യം, എവിടെയാണ് സ്ഥാപിതമായത്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആമുഖമെന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്കറിയാം. ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദമത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ആദത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇവിടെ ദൈവത്തിന്റെ അധികാരം അല്ലാതെ തന്നെ മറ്റൊരു അധികാരം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇരുളിന്റെ അധികാരം, അല്ലെങ്കിൽ പൈശാചി എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു ഭാഗമാണ്. അതേക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ 2 അധികാരങ്ങളുണ്ടായിരുന്നു. ഒന്ന് ദൈവത്തിന്റെ അധികാരവും മറ്റൊന്ന് ഇരുളിന്റെ അധികാരം, അഥവാ പൈശാചിനായിരിക്കുന്ന സാത്താന്റെ അധികാരം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇരുളും വെളിച്ചവും, അല്ലെങ്കിൽ വെളിച്ചമുള്ളൂ എന്ന് പറയുന്നത്. ആദ്യം ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ ദൈവം വെളിച്ചമായിരിക്കും, ദൈവം പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ് ഇരുൾ വേർതിരിക്കപ്പെടുവാനിടയാത്തത്. ഇരുള് മാറിപ്പോയില്ല, ഇരുള് എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അധികാരത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തി ഇവിടെ പ്രബലമായിരുന്നു. അതിനെയാണ് നാം സാത്താൻ, അല്ലെങ്കിൽ ഇരുളിന്റെ അധികാരം എന്ന് പറയുന്നത്. അവനും ഏകനായിരുന്നു. ദൈവം ഏകനായതുപോലെ ഈ ലോകസ്ഥാപനത്തിൽ നാം നോക്കുമ്പോൾ സാത്താൻ ഒറ്റയ്ക്കായിരുന്നു, അവന്റെ കൂടെ ആരുമില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പർദീസയിൽ വെട്ടപ്പെട്ട സാത്താൻ വീണപ്പോൾ അവനോടുകൂടെ ഒരു കൂട്ടം ദൂതന്മാരെയും പിടിച്ചുകൊണ്ട് പോകുന്ന വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ചിന്തയാണ് പലരും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ദുഷ്ടദൂതന്മാർ ഉണ്ടായെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കാരണം ഇവന്റെ മനസ്സിൽ തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ ലൂസിഫറിന്റെ ഉള്ളിൽ
അവൻ ജ്ഞാനസമ്പൂർണ്ണനായിരുന്നു, ഞാൻ വിവേകമുള്ളവനായിരുന്നു, സൗന്ദര്യസമ്പൂർണ്ണനായിരുന്നു. അങ്ങനെ സൃഷ്ടികളിൽ, അന്നത്തെ സൃഷ്ടികളിൽ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ഒരു സൃഷ്ടിയായിരുന്നു, നിഷ്കളങ്കതയോടെ നടന്നവനായിരുന്നു ആര്? ലൂസിഫർ. എന്നാൽ അവനിൽ അറിവ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, അറിവെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവം വരാൻ പോകുന്നതിനെ നേരത്തെ മുന്നേ അറിയിക്കും. ദൈവം അറിയിച്ചിട്ടേ ചെയ്യുള്ളൂ. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമെന്നും ഭൂമിയിലൊരു സൃഷ്ടി ദൈവത്തോടുകൂടെ സിംഹാസനിരിക്കുമെന്നുള്ള അറിവ് ദേവസഭയിൽ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവനെ അറിവ് കിട്ടിയത്. ഒരു കൂട്ടം ജനം എന്ത് ചെയ്യും? ദൈവത്തോടുകൂടെ സിംഹാസനിരിക്കുമെന്നുള്ള അറിവാണ് അവനിൽ അഹങ്കാരമുയർത്തുവാനിടയാത്തത്. അവൻ വിചാരിച്ചു, എന്നെക്കാൾ വലുതായിട്ട് ഇനി ആരാ ഉള്ളത്? എന്നെക്കാൾ സൗന്ദര്യമുള്ള, എന്നെക്കാൾ ജ്ഞാനമുള്ള, എന്നെക്കാൾ വ്യാപാര പെരുപ്പമുള്ള, ഞാൻ പ്രകാശിപ്പിക്കുന്ന ഭൂമിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നോക്കിയപ്പോൾ ഈ സാത്താൻ, അവൻ ലൂസിഫർ നിഷ്കളങ്കനായതുവരെ, എന്നാൽ അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവൻ വിചാരിച്ചു, ഞാനല്ലേ യോഗ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ മീതെ ഞാൻ കയറും, അവിടെ ഞാൻ എന്ത് ചെയ്യും? എന്റെ സിംഹാസനത്തെ ചരുളമെന്ന് പറയേണ്ടത്. ഇത് അവന്റെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ദൈവനെ എന്ത് ചെയ്തു? വെട്ടി താഴെ. അങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യവുമായി പോയത്. എങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യമായി പോയത് എന്നതിന്റെ വചന തെളിവ് കൂടി നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ പാഴും ശൂന്യവുമായി തീർന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ശൂന്യമാകുന്നത്? ആരാണ് ഈ ശൂന്യമാക്കുന്നവൻ എന്നുള്ളത് നാം ചിന്തിക്കണം. നാം ചിന്തിച്ചാലേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് സ്ഥലത്തിന്റെ ഇല്ലായ്മയായിട്ടുണ്ട്. ഇംഗ്ലീഷ് പറയുന്ന ഫോംലെസ് ആൻഡ് വോയിഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപഭംഗി നഷ്ടപ്പെട്ടു. ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ ഭൂമി അത് മനോഹരമായിരുന്നു, നല്ലതായിരുന്നു. ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ലതെന്ന് പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ നല്ലതായ ഭൂമിയിലേക്ക് നാശകനായിരിക്കുന്ന സാത്താൻ വന്ന് വീണതോടുകൂടിയാണ് ഇവിടെ എന്ത് ചെയ്തത്? ഇവിടെ വലിയ ഗർത്തമുണ്ടായി. ഇരുൾ വ്യാപരിച്ചു. ഇരുളിനെ ദൈവം ഗർത്തത്തിൽ ഒതുക്കി വെള്ളം വിളിച്ചു വരുത്തി ഈ ഭൂമിയെ മൂടിയിട്ടിരുന്നു. അത് ഫോംലെസ് ആയിപ്പോയി, അത് മനോഹരമല്ലാതായിപ്പോയി, അത് വ്യർത്ഥമായി തീർന്നു, അതുകൊണ്ട് പ്രയോജനമില്ലാതായി തീർന്നു. അതുകൊണ്ടാണ് ഭൂമി പാഴും ശൂന്യമായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാഴും ശൂന്യമായി തീർന്ന ഭൂമി അങ്ങനെ ആയിത്തീരാൻ കാരണം സാത്താൻ വന്ന് വീണത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹോംലെസ് ആൻഡ് എംപ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ശൂന്യത വരുത്തുന്നത് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 27-ാം വാക്യം വായിക്കണം. എങ്കിൽ മാത്രമേ ശൂന്യത എവിടെ നിന്നുണ്ടായി എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. ഭൂമി പാഴും ശൂന്യമായി തീർന്നെങ്കിൽ ആരാണ് അതിന് കാരണക്കാരനെന്ന് കാണണമെങ്കിൽ ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 27-ാം വാക്യവും, അതുപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് ദാനിയേൽ പ്രവചനം അതിന്റെ 8-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. 8:27 വേഗത്തിൽ വായിക്കണം. 8:27 ബോധം കിട്ടു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു. ആർക്കും അത് മനസ്സിലായില്ല. ദാനിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ ശൂന്യമാക്കുന്നവൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള അവിടെ തുടർന്നുള്ള ഭാഗം അല്ല, ഞാൻ പറയാം. സോറി, 9-ാം അധ്യായം 27-ാം വാക്യം, 8-9. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യയെ അവൻ കടലയാകവും പോലയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ വരുന്നവനാണ് അത് ശൂന്യമാക്കുന്നത്. അപ്പോൾ ഈ എവിടെ അശുദ്ധി ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ദൈവിക പ്രവൃത്തികളെ, നന്മകളെ നശിപ്പിച്ചു കളയുന്ന, അതിന്റെ രൂപഭംഗി കെടുത്തിക്കളയുന്ന, അതിനെ പാഴും ശൂന്യമാക്കുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ആര് വരും? പണ്ട് ഒന്നാമത്തെ ഭൂമിയെ പാഴും ശൂന്യവുമാക്കിയവൻ എന്ത് ചെയ്യും? ഈ ചിറകിന്മേൽ വന്ന് അശുദ്ധിയോടുകൂടി വന്ന് വീണ്ടും അവൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് 2-ാം വരവിന് മുമ്പ് നടക്കുന്ന ഈ 7 വർഷക്കാലത്തെ സംഭവത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അന്ന് അത് എഴുതുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ശൂന്യത എവിടുന്ന് വന്നെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.
നമ്മളെല്ലാവരും പറയും പാഴ്ശൂന്യമായി തീർന്നു എന്നുള്ളത്. എന്നാൽ പാഴ്ശൂന്യമായി തീർന്നാൽ എന്താണ് സംഭവിക്കുന്നത്, അത് ആരാണ് ഇത് പുറകിൽ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം എടുത്തത്. കാരണം ഈ അശുദ്ധിയാകുന്ന മ്ലേച്ഛതയുടെ ചരികിന്മേൽ സഞ്ചരിക്കുന്നവൻ എവിടെ വന്നാലും അവിടെ എന്ത് ചെയ്യും, അത് ശൂന്യമാക്കപ്പെടുവാനിടയത്തെ. അത് ഭവനത്തിൽ വന്നാൽ ശൂന്യമായി തീരും, സഭകളിൽ കിടന്നാൽ ശൂന്യമായി തീരും. മ്ലേച്ഛത എവിടെ വ്യാപരിച്ചാലും അവിടെ നാശമുണ്ടാകുവാനിടയായി തീരും. അത് വാക്കിലൂടെ ആകട്ടെ, പ്രവൃത്തിയിലൂടെ ആകട്ടെ, ഏതെങ്കിലും വിധത്തിൽ മ്ലേച്ഛതയുടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ അവിടെ ഫോംലെസ് ആയി മാറും, അത് എംപ്റ്റി ആയി മാറും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രൂപഭംഗി നഷ്ടപ്പെട്ടു പോകും, അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അത് മനുഷ്യന് സംഭവിക്കാനിടയായി തീർന്നു. മനുഷ്യനെ എന്ത് ചെയ്തു? പിശാച് അവനെയും എന്ത് ചെയ്തു? വഞ്ചിച്ച് അവന്റെ ഭംഗി നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവനെ വ്യർത്ഥമാക്കി കളയുവാനിടയായി. അപ്പോൾ സാത്താനിക പ്രവൃത്തി എവിടെയുണ്ടോ, മ്ലേച്ഛത എവിടെയുണ്ടോ, അതാണ് ശൂന്യത വരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തെ പഠിക്കണമെങ്കിൽ ഈ ശൂന്യത വരുത്തുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കിയത് ഈ വചനത്തെ നാം പഠിക്കുന്നതുകൊണ്ടാണ്. അതായത് യെശയ്യാ 49-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശൂന്യത വരുത്തുന്ന ദേശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശൂന്യസ്ഥലങ്ങളും പാഴ്നിലങ്ങളും നാശം ഭവിച്ച ദേശവും. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇങ്ങനെ ഒരു സ്ഥലമായി മാറിയിരുന്നു. ഏതാ? ഒന്നാമത്തെ ആകാശവും ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ പാഴും ശൂന്യമായി ഒന്നിനും ഗുണമില്ലാത്ത ഒരു നശിച്ച സ്ഥലമായി തീരുവാൻ കാരണം എന്തായിരുന്നു? അവിടേക്ക് വെട്ടിത്താഴ് വീഴപ്പെട്ട ഈ മ്ലേച്ഛതയുടെ ശക്തിയായ, അഹങ്കാര ശക്തിയായ പൈശാചികൻ അവൻ വന്ന് വീണതോടുകൂടിയാണ് ഇത് ഭംഗി നഷ്ടപ്പെട്ടു പോയി, അതിന്റെ രൂപം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോയി. അത് മോശമായി തീരുവാൻ ഇടയാറ്റുന്നു. ദൈവം എന്ത് ചെയ്തു? ആ മോശമായതിനെ അങ്ങനെ തന്നെ കിടത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടു ചെയ്തു, അതിനെ പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടു. എന്തിനു വേണ്ടി അറിയാമോ? അതിനെ വീണ്ടും പാപ്പുള്ളതാക്കി മാറ്റുവാൻ, അതിനെ നല്ലതാക്കി മാറ്റുവാൻ, അതിനെ മനുഷ്യന്റെ പാപ്പന് വേണ്ടി ആക്കി മാറ്റുവാൻ വേണ്ടി ദൈവം കണ്ടു. അതുകൊണ്ടാണ് വെളിച്ചമായവൻ പ്രത്യക്ഷപ്പെട്ടാൽ ശൂന്യമായതെല്ലാം മാറിപ്പോകും. ഈ പ്രേലന്റെ ഫാമിലി കോൺഗ്രസ് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇതിനെ ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. കുടുംബത്തെ ശൂന്യമാക്കുന്നതുകൊണ്ട്, സഭകളെ ശൂന്യമാക്കുന്നതുകൊണ്ട്, ദേശങ്ങളെ ശൂന്യമാക്കുന്നതുകൊണ്ട്, ഈ അന്ധകാര മണ്ഡലത്തിന് ശക്തികൾ കടന്നാക്രമണം ചെയ്യുന്ന എല്ലാ മേഖലകളെയും ഇന്ന് പകൽ സമയം വെളിച്ചമാകുന്ന ദൈവത്തിന് ശക്തിയാൽ ഞങ്ങളവരെ ജയിക്കുകയാണ്. എവിടെ വചനം വ്യാപരിക്കുന്നു, എവിടെ ദിവ്യശക്തി വ്യാപരിക്കുന്നു, എവിടെ ദിവ്യനാമം വ്യാപരിക്കുന്നു, അവിടെ മ്ലേച്ഛതമാറുവാൻ ഇടയായിത്തീരും. അവിടെ പൈശാചികന്റെ ശക്തി മാറുവാൻ ഇടയായിത്തീരും. നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പാപിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അത് ഇല്ലാതായി തീരുന്നത് വെളിച്ചം വ്യാപരിക്കുന്നില്ല. ഇന്ന് പകൽസമയം ആ ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. ഇത് രൂപം മാറുന്നുണ്ടെങ്കിൽ, ഇത് ഭംഗി മാറുന്നുണ്ടെങ്കിൽ, ഇത് ശക്തി കുറയുന്നുണ്ടെങ്കിൽ, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തിന്റെ ശക്തിയെ ഇന്ന് യേശുവിൻ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. അപ്പോൾ നാശം ഭവിച്ചുപോയി, ഒന്നിനും ഗുണമാറ്റായി തീർന്നു, ഉപദേശലക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുകയില്ല. പക്ഷേ ഇവൻ ആരോടെ കളിക്കുന്നത് അറിയാമോ? സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, സകലത്തിനും കാരണഭൂതനായ, സർവശക്തനായിരിക്കുന്ന ദൈവത്തോടാണ് അവൻ എന്ത് ചെയ്യുന്നത്? മത്സരിക്കുന്നത്. നീ എത്ര മത്സരിച്ചാലും, നീ എത്ര വിധത്തിൽ ശക്തി ഉപയോഗിച്ചാലും, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ദൈവം കാഴ്ചയിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ചെടുത്തതിനെ, ദൈവം രൂപഭംഗി കൊടുത്തതിനെ, ദൈവം മനോഹരമാക്കിയതിനെ, ദൈവം നന്മയാക്കിയതിനെ നിനക്ക് നന്മയാക്കി മാറ്റുവാൻ കഴിയുകയില്ല. എന്റെ യേശുവിന്റെ വചനം അത് ദിവ്യ നാമമാണ്, അത് ശക്തിയാണ്, അത് വ്യാപരിക്കുന്നതാണ്, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്, നല്ലതാക്കി തീർക്കുന്നതാണ്. നമുക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. ഞാൻ ചീത്തയായി പോയതാ, മോശമായി പോയതാ, പ്രയോജനമില്ലാതായി പോയതാ. എത്ര പറയാൻ സാധിക്കും? അതെ, പാപത്തിന്റെ കടിയാൽ പാപം പ്രവേശിച്ച് നാം എല്ലാവരും ഹോംലെസ് ആയിരുന്നു, തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നവരായിരുന്നു, ഒരു രൂപവും ഇല്ലാത്തവരായിരുന്നു, ഒന്നും പറയാനില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് പകൽ സമയം ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ മക്കളായി ഇവിടെ കൂടി വന്ന് ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുന്നെങ്കിൽ പറയണം, ഇതിന് മുൻപിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി, അതാണ് വചനത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് പറയുന്നത് ദൈവരാജ്യം വചനത്തിൽ മാത്രമല്ല ശക്തിയാലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വചനം
വായിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെ? നമ്മൾ ഒന്നാമതേ വായിച്ച് വേഗത്തിൽ പോകാൻ സാധിക്കും. ദൈവം വായിക്കുമ്പോൾ നിർത്തി വളരെ ശ്രദ്ധയോടെ വായിക്കണം. അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ദൈവാത്മാവുണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേദപുസ്തകം എത്ര പ്രാവശ്യം വായിച്ചാലും അത് വെളിപ്പെട്ട് കിട്ടത്തില്ല. എത്ര ആവർത്തി വായിച്ചാലും നമുക്ക് ചേർത്തെടുക്കാൻ കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ഒഴുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കത് ചിന്തയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാളെ മുഴുവൻ ഈ തീരുന്നവനെ എപ്പം വരെ സംശയം ചോദിക്കാം ഉള്ള സാവകാശമുണ്ട്. ഞാനിത് മുഴുവനും എടുത്ത് ഓരോന്നായി പറഞ്ഞു പോയാൽ സമയം ഈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ മറ്റുള്ള ഭാഗത്തേക്ക് പോകാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം മനോഹരമാക്കി എടുത്തതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ദൈവം അതിന്റെ മൂന്നുള്ള ബാക്കി വെളിച്ചമുണ്ടാകട്ടെ പറഞ്ഞ ശേഷമായി നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം ചെയ്തു അവന്റെ സ്വരൂപത്തിലും സദസ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചെല്ലാം നോക്കി നല്ലതെന്ന് കണ്ടു. അപ്പോൾ എപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിതമായത് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അത് വെറുതെയല്ല, അത് വാഴ്ചയ്ക്ക് അതിന് വ്യർത്ഥമായിട്ടല്ല ഭൂമിയെ സൃഷ്ടിച്ചുള്ള യെശയ്യാപ്രവചനം 45-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. 45-ാം അധ്യായം 18-ാം വാക്യം ഞാൻ അതിൽ സാധാരണ വ്യർത്ഥമാക്കി കളഞ്ഞെങ്കിൽ ദൈവം അതിനെ വീണ്ടും പ്രയോജനമാക്കി മാറ്റുകയാണ്. 45-ാം അധ്യായം 18-ാം വാക്യം യെശയ്യാ 45-18. ആകാശത്തെ സൃഷ്ടിച്ച് യഹോവ ഇപ്രകാരം ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചു, അവനതിനെ ഉറപ്പിച്ചു. തുടർന്നു, വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഒന്നാമത്തെ ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ വ്യർത്ഥമായി തീരാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്, മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ എന്നാൽ എങ്ങനെയാണ് വ്യർത്ഥമായിട്ടുന്നത്, എങ്ങനെ ശൂന്യമായിട്ടുന്നത്, എങ്ങനെയാണത് ശൂന്യമായിട്ടുന്നത്? അത് പൈശാചികനായിരിക്കും ഇരുളിന്റെ ശക്തി എന്ത് ചെയ്തു? ലോകത്തിൽ വന്ന് ഒന്നാമത്തെ ഭൂമിയിൽ വന്ന് വീണപ്പോഴാണ് അത് ഹോംലെസ് ആയി മാറിയത്, അത് വ്യർത്ഥമായി തീർന്നത്. ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഇരുൾ വ്യാപരിച്ച് കിടക്കുന്നതിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്നത് എന്നും അങ്ങനെ കിടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നരകസമയ ആത്മാവിന്റെ കൂടെ കിടക്കണം. എന്നും നീ മൂടപ്പെട്ട് കിടക്കുവാൻ സമ്മതിക്കുകയില്ല. ദൈവാത്മാവിന്റെ ആവരണം അല്ലെങ്കിൽ മൂടപ്പെടൽ ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മളെ വിഴുങ്ങാതിരിക്കുന്ന സ്തോത്രം. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളെ ഇല്ലാതാക്കി കളഞ്ഞത്. പക്ഷേ ഈ ദൈവാത്മാവ് എന്ത് ചെയ്തു? ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നാം നിലനിന്ന് പോകുന്നത്. ദൈവകൃപയാൽ നാം നിലനിന്ന് പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം കൊണ്ടാണ്. ഒരു സൂര്യമാറ്റുന്ന ഭൂമിയെ ദൈവം നോക്കിയപ്പോൾ അതിനെ വ്യർത്ഥമാറ്റാൻ സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയാണോ ദൈവം താൻ ചെയ്തത്, പദ്ധതി ചെയ്തത് മനുഷ്യന്റെ പാപ്പിന് വേണ്ടിയാണ് എന്നുള്ളത് ദൈവത്തിന്റെ മനോഹരത്തിലെ പ്ലാൻ അനുസരിച്ചാണ്. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3 വാക്യങ്ങൾ വെളിച്ചം വരികയും 6 ദിവസം കൊണ്ട് സൃഷ്ടി നടക്കുകയും 6-ാം ദിവസം ദൈവം മനുഷ്യനെ അവന്റെ സ്വന്തം സദൃശപ്രകാരം അവൻ മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവരാജ്യത്തിന് അടിസ്ഥാനമിട്ടു. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദമിലാണ് അടിസ്ഥാനമിട്ടത്. അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ദൈവനെ അടിസ്ഥാനമായിട്ട് മൂലഘടകമായിട്ട് മനുഷ്യവംശത്തിന്റെ മൂലഘടകമായിട്ട് ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചപ്പോൾ അത് അടിസ്ഥാനമായി തീരുമാനമായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനമാണ്. സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും സ്വർഗരാജ്യ അടിസ്ഥാനത്തെക്കുറിച്ച് വേറെ വരും, പിന്നാലെ വരും. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ലോക സ്ഥാപനം മുതൽ ഇപ്പോഴത്തെ ആകാശഭൂമി കത്തി ചെയ്യുന്നവരെ മനുഷ്യവംശത്തോടുള്ള ബന്ധത്തിലെ ഈ ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ അടിസ്ഥാനക്കല്ലായി ദൈവം സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപ സാദൃശ്യമുണ്ടായിരുന്ന ആദത്തെയായിരുന്നു. അപ്പോൾ ഈ ആദത്തെ ദൈവം അവിടെ താമസിപ്പിച്ചില്ല. കാരണം അവിടെ ഇരുളുണ്ടായിരുന്നു. ഇരുളുള്ളതുകൊണ്ട് ദൈവം അവന് വേണ്ടി പാർക്കുവാൻ ഏതെന്നൊരു തോട്ടമുണ്ടാക്കി. അപ്പോൾ ഇരുൾ നിറഞ്ഞ ഈ ഇരുളിന്റെ ശക്തി വ്യാപരികൾ മറഞ്ഞിരിപ്പുണ്ട്. ഇരുളിന്റെ ശക്തി മറഞ്ഞിരിപ്പുണ്ട്. അവിടെ വെളിപ്പെടാൻ കഴിയത്തില്ല. കാരണം വെളിച്ചമുള്ള വെളിപ്പെടാൻ കഴിയത്തില്ല. ദൈവമനുഷ്യ സൃഷ്ടിക്കുമ്പോഴൊക്കെ ഒളിഞ്ഞിരുന്ന് സാത്താൻ കാണുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ സാത്താൻ പ്ലാൻ ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും അവനെ വീഴിക്കണം. പക്ഷേ ഇത് സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനിൽ നിന്ന് ഹവ്വ ഉണ്ടാകുന്നതിന് മുമ്പായി ദൈവം മനുഷ്യവംശം വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഏതെന്നൊരു തോട്ടമുണ്ടാക്കി
അവിടെ കൊണ്ടുപോയി ആദത്തെ താമസിപ്പിക്കുകയും, എന്നാൽ അവിടെയും ദൈവം ചെയ്തു ആദത്തിൽ നിന്ന് ഹൗവയെ വേർപെടുത്തിയെടുത്ത് അവരെ ഒരു ഘടകമാക്കി, ഒരു കുടുംബമാക്കി തീർത്തോടുകൂടി ദൈവരാജ്യം സ്ഥാപിതമായി തീരുവാനിടയുണ്ട്. അടിസ്ഥാനമായിരിക്കുന്ന ആദം അവൻ സൃഷ്ടിക്കപ്പെട്ടത് ഇന്നത്തെ എരിശയമാകുന്ന ഭൂമിയുടെ മധ്യഭാഗത്തേക്കാണ് അവൻ സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യനോട് സൃഷ്ടിച്ചത് ആരും ഓടിനടക്കേണ്ട ആവശ്യമാണ്, കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പല പ്രാവശ്യം പഠിപ്പിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. മനുഷ്യൻ എവിടെ സൃഷ്ടിക്കപ്പെട്ടു ചോദിക്കുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന എരിശയം, അത് ദൈവത്തിന്റെ മഹാനഗരമാണ്. അവിടെയാണ് ദൈവത്തിന്റെ പാദമൂലം. അതുകൊണ്ടാണ് ആ സ്ഥലത്തോട് വലിയ വെല്ലുവിളിയുള്ളത്. ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലത്തിന് വേണ്ടിയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, നോട്ടമിടുന്നത്. അപ്പോൾ ഈ കണ്ണായിരിക്കുന്ന സ്ഥലത്താണ് ദൈവം ഇറങ്ങി വന്ന്, ദൈവിക നൃത്തമായിരിക്കുന്ന പുതുവത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എന്ത് ചെയ്തത്, മനുഷ്യനെ അവന്റെ സ്വരൂപത്തിലും സദസ്സിലും സൃഷ്ടിച്ചത്. അവിടെ തന്നെയാണ് എന്ത് ചെയ്തത്, രക്ഷയുടെയും അതുപോലെ ദൈവരാജ്യത്തിന്റെ അക്ഷരികമായിരിക്കുന്ന ദൈവനഗരത്തിന്റെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനമെല്ലാം നടക്കുന്നത് യെരൂശലേമിനെ കേന്ദ്രീകൃതമായതുകൊണ്ട് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് യെരൂശലേമിലെ മണ്ണിൽ നിന്നാണ്. അവിടുന്ന് കിഴക്കാൻ ഒരു ഏദൻ തോട്ടമുണ്ടാക്കി അവനെ അവിടെ താമസിപ്പാനിടയാക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ദൈവം ആദമിൽ നിന്ന് എന്ത് ചെയ്തു, ഹൗവയെ വേർതിരിച്ചു. അപ്പോൾ നിങ്ങൾ പറയും, ഇവിടെ ഏദൻ തോട്ടത്തിൽ സാത്താനിക ശക്തി ഇല്ലല്ലോ. പക്ഷേ ദൈവം അവിടെ പ്രതീകാത്മകമായിരിക്കുന്ന ഒരു സാത്താനെ അവിടെ നിർത്തിയിരുന്നതാണ് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. ഏദൻ തോട്ടത്തിൽ സാത്താൻ പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ അവനോട് പിടിക്കേണ്ടതായതുകൊണ്ട്, അവനുമായി പടപെടുത്തേണ്ടതായതുകൊണ്ട് ദൈവം നിന്നമായി കണ്ടിരുന്ന പദ്ധതി അനുസരിച്ച് അവനെ ഈ ഏദൻ തോട്ടത്തിൽ അറിവിന്റെ വൃക്ഷത്തിന് ഫലമില്ലായിരുന്നു, നന്മയുടെ ജീവന്റെ വൃക്ഷഫലം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഒരിക്കലും മനുഷ്യവംശം ആദവും ഹവ്വയും പാപത്തിലാകപ്പെടത്തില്ലായിരുന്നു. എന്നാൽ എന്നും ആദവും ഹവ്വയും അവിടെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരുന്നു അല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല. അവര് മാത്രം രണ്ടുപേരെ മാത്രം സൃഷ്ടിച്ച് ഏതെങ്കിലാക്കി വെച്ച് അവര് മാത്രമായിരുന്നെങ്കിൽ എന്നും അവര് തേജസ്സുള്ളതായി നിൽക്കുമായിരുന്നു. എന്നാൽ നമ്മൾ ആരും ജനിക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. തിന്മയോട് നന്മയെ ജയിക്കുക എന്നുള്ള ദൈവപ്രകാരം പിശാച് തിന്മയാൽ തീർന്നു കഴിഞ്ഞപ്പോൾ നന്മയാൽ തിന്മയെ ജയിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു, മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ വീണ്ടെടുക്കാൻ വേണ്ടി നന്മയായിരിക്കുന്ന ക്രിസ്തു വന്ന് തിന്മയെ ജയിച്ചാണ് ദൈവരാജ്യയുടെ അതിന്റെ ശക്തിയോടുകൂടി വെളിപ്പെടുവാനിടയാക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നത് നന്മയെ തിന്മയോട് ജയിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇതിനെ ഡ്രാമയെല്ലാം നടത്തി വിചാരിക്കും. പലരും വിചാരിക്കുന്നത് വേദവസ്ത്രമൊക്കെ എഴുതിയത് ഒരു കഥയാണെന്നാണ്. അല്ല, കഥയല്ല. ദൈവത്തിന് വേണമെങ്കിൽ മറ്റൊരു സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ വെളിച്ചവും ഇരുളുമായി ഇതിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവം അവന്റെ സാദൃശ്യപ്രകാരമുള്ള ഇച്ഛാശക്തി കൊടുത്തിരുന്നു, തീരുമാനമെടുക്കുവാനുള്ള കഴിവ് കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവിടെ അതിനെ കാവൽ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞിരുന്നു, നന്മയുടെ അറിവിന്റെ വൃക്ഷഫലം നീ കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നത് സാത്താന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഇവൻ നുഴഞ്ഞു കയറി, ഇവൻ വേഷം മാറി അതിനകത്ത് പ്രവേശിപ്പാനായിട്ട് നേരിട്ട് വരാൻ കഴിയുന്നത്. കാരണം ആദം വളരെ ശക്തിയുള്ളവനും കഴിവുള്ളവനും ദൈവം സൃഷ്ടിച്ച് തേജസ്സുള്ളവൻ, അവരുടെ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് വേഷം മാറി പാമ്പിന്റെ രൂപത്തിൽ എന്ത് ചെയ്തു, അവൻ പ്രവേശിച്ച് നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറ്റക്കാരനാ സാത്താൻ. കർത്താവ് ഒരിക്കലും അങ്ങനെ നുഴഞ്ഞു ആരുടെയും ഹൃദയത്തെ വന്ന് ഇടിച്ചു കയറുന്നതല്ല ദൈവം. അവൻ വാതിക്കൽ വന്ന് എന്ത് ചെയ്യും, മുട്ടുന്നവനാണ്. അതാണ് ദൈവം മാന്യനാണ്, ധന്യരായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിശാച് ഒരിക്കലും അങ്ങനെ അനുവാദം ചോദിച്ചിട്ട് കയറുകയും അവൻ കൂടും കിടക്കുകയും എടുത്ത് പടിക്കൽ കിടക്കുന്നവനാ. അതുകൊണ്ടാണ് കയ്യിനോട് പറഞ്ഞത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അവന്റെ ആഗ്രഹം നിന്നോടാകും, നീയോ ആരും എന്ത് ചെയ്യണം, കീഴടക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഇവൻ മാറിപ്പോകാതെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി അവൻ തമ്പടിച്ച് കിടക്കും. കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ മക്കളെ, കുഞ്ഞുങ്ങളെ നാം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആത്മാവ് വിളിച്ചു പറയുക, സാത്താൻ ഏതെങ്കിലും ഒരു പഴുവന്വേഷിച്ച് അവൻ കിടക്കുക എന്നതിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ പ്രവേശിച്ച് എന്തുകൊണ്ടെന്നറിയാമോ, നശിപ്പിച്ച് കളയുവാൻ, ശൂന്യമാക്കി കളയുവാൻ, നിന്റെ ഭാവി ഇല്ലാതാക്കി കളയുവാൻ, ഇരുട്ടാക്കി കളയുവാൻ, അത് മദ്യമയക്ക് മരുന്നുകളിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിന്റെ കാര്യങ്ങളിലൂടെ ആകട്ടെ, ഇന്ന് നമ്മുടെ മുമ്പിലൂടെ വരുന്ന, നമ്മുടെ മുമ്പിൽ ഇന്ന് ഇത് ഇരിക്കുകയാണ് എന്നുള്ള മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ
അന്ന് കിടക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ കരകളിൽ എന്ത് ചെയ്യാണ് ഇതവസ്ഥകൾ ഇരിക്കുകയാണ്, കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഒന്ന് വീണു പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാപം നുഴഞ്ഞു കയറാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. കയ്യിനോട് പറഞ്ഞു, കയ്യില് നിന്നോട് ആഗ്രഹമുള്ള ഒരു പൈശാചികനുണ്ട്. അവൻ നിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കാമെന്നുള്ള മുന്നറിയിപ്പ് ദൈവം കൊടുത്തു. അത് അവൻ അവഗണിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ തള്ളപ്പെട്ടു പോകാനിടയായി. ദൈവം മുന്നറിയിപ്പ് തരാതെ ആരെയും കൈവിടത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ദൈവരാജ്യം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനക്കല്ലായിരിക്കും ദൈവം വിട്ടത് ആദത്തെയായിരുന്നു. ആ ആദത്തിൽ നിന്ന് ഹവ്വയെ ദൈവം വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ അടങ്ങുന്ന ഒരു കുടുംബം എന്നുള്ള ആ ദൈവരാജ്യത്തിന്റെ കുടുംബസ്ഥാപിതമായി തീരുവാനിടയായിട്ട് ഈ കുടുംബത്തെ സാത്താൻ എന്ത് ചെയ്തു? അവൻ നുഴഞ്ഞു കയറി അവൻ്റെതായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, വശീകരണ ശക്തി ഉപയോഗിച്ച് അവൻ ഹവ്വയെ വീഴിക്കുകയും അതിൻ പ്രകാരം അവൾ പാപം ചെയ്ത മുഖാന്തരമായി തേജസ് നഷ്ടപ്പെടുകയും കൂട്ടവകാശിയായി ആദം തീരുകയും ചെയ്തതോടുകൂടി ഏതിൽ നിന്ന് ഇറക്കപ്പെട്ടു. അവിടെയാണ് ലോകാരംഭം തുടങ്ങുന്നത്. ലോകസ്ഥാപനം ദൈവരാജ്യമാണ്. എന്നാൽ ലോകാരംഭം എന്നുള്ളത് പൈശാചിക സാമ്രാജ്യത്തിന്റെ ആരംഭമാണ്. മനസ്സിലായോ? ലോകാരംഭം എന്നുള്ളത് ഈ ഭൂമിയിലേക്ക് ആദമും ഹവ്വയും പാപം ചെയ്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി സാത്താന്റെ അടിമയായിട്ടാണ് അവരെ എടുത്ത മണ്ണിലേക്ക് എന്ത് ചെയ്തത്? അവർ വീണ്ടും അവരുടെ ജീവിതം ആരംഭിച്ചത് പൈശാചികന്റെ പിടിയിലായിരുന്നു. അപ്പോൾ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവിടെ പേര് കുറിച്ചു. ജീവന്റെ പുസ്തകത്തിൽ പേര് കുറിച്ചു. 13-ാം അധ്യായം വെളിപ്പാട് പറയുന്നത് ലോകസ്ഥാപനം മുതൽ ജീവവസ്തു എഴുതപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിന്റെ ജീവവസ്തു പേരില്ലാത്തവൻ തള്ളപ്പെടുമെന്നു. ലോകസ്ഥാപനത്തിൽ ദൈവം ആദ്യം എഴുതിയ പേര് ആദത്തിന്റെ പേരാണ് എഴുതിയത്. രണ്ടാമത് ഏതെന്ന് വെച്ച് ഹവ്വ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൽ രണ്ടാമത്തെ ആളായി ഹവ്വയുടെ പേര് രേഖപ്പെടുത്തുകൊണ്ടേയായിട്ട് മൂന്നാമതൊരു പേര് അവിടെ ഉണ്ടായില്ല. എന്നാൽ എത്ര നാൾ അവരവിടെ ജീവിച്ചു നമുക്കറിയത്തില്ല. എത്ര നാൾ ഈ ഏതനിൽ ആറുമുഖവും നിഷ്പാവയുഗത്തിലായി എന്നുള്ളതിന്റെ കണക്ക് നമുക്കറിയത്തില്ല. എന്നാൽ അതിന് അന്ത്യം വന്നു കഴിഞ്ഞപ്പോൾ സാത്താൻ കയറി അവന്റെ അധികാരത്തിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ പുറത്താക്കിയപ്പോൾ അന്നൊരു വാഗ്ദത്തം കൊടുത്തിരുന്നു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്നുള്ളത്. സ്തോത്രം. വാഗ്ദത്തം കൊണ്ടാണ് ദൈവമക്കൾ ഈ നശിച്ച ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അന്ന് തുടങ്ങിയ സാത്താനിക ഭരണം അതിലായിരിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഭൂതകാല ദൈവരാജ്യം എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഭൂതകാല ദൈവരാജ്യത്തിൽ ആദമുഖവുമായിരുന്നു ആദ്യത്തെ അംഗങ്ങളെന്നും അവര് ഭൂതകാലത്തിൽ അഥവാ ലോകാരംഭത്തിൽ സാത്താന്റെ അടിമകളായി തീർന്ന് അന്ന് മനുഷ്യവംശം പാപത്തടിപ്പെട്ടതോടുകൂടി ലോകം ആരംഭിക്കുകയും അന്ന് മുതൽ സാത്താന്റെ അധീനതയിലായിരുന്നു ആര്? ഈ ആദമുഖവും. പിന്നീട് അവർക്ക് എപ്പോഴാണ് മാറ്റമുണ്ടായെന്ന് ചോദിച്ചാൽ ആദത്തെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി ഹവ്വയെ മാറ്റി ആ ആദത്തിനുള്ള തലമുറകൾ പിറക്കണമെന്നുള്ള ദൈവ പദ്ധതിയായിരുന്നു. അതനുസരിച്ചാണ് തുടർന്നുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ലോകാരംഭത്തിൽ തുടങ്ങിയ വെളിച്ചവും വീഴും തമ്മിലുള്ള പോരാട്ടം. അത് ലോകാരംഭത്തിൽ തുടങ്ങിയതാണെങ്കിൽ അത് അവസാനിക്കുന്നത് ഗോഗ് മഹോഗ് എന്ന യുദ്ധത്തോടു കൂടിയാണ്. എന്നാണ് ആരംഭിച്ചത്? ലോകാരംഭത്തിൽ ആരംഭിച്ചിട്ട് എന്നാണ് ഈ ഇരുളും വെളിച്ചമായിരിക്കുന്ന മനുഷ്യനും സാക്ഷാനുമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ അതിന് പുറകിൽ ദൈവവും സാക്ഷാനും തമ്മിൽ മനുഷ്യരുടെ ബന്ധത്തിൽ നടക്കുന്ന യുദ്ധം പര്യവസാനിക്കുന്നത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന ഗോഗ് മാഹോ യുദ്ധത്തോടു കൂടിയാണ്. ലോകസ്ഥാപനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവരാജ്യം സ്ഥാപിതമായി തീർന്നു. അതിനുശേഷമായി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരെ എടുത്ത മണ്ണിലേക്ക് ഇറക്കി വിട്ടു. അവിടെ ലോകാരംഭത്തിൽ സാധാനിക രാജ്യം അവിടെ അതിന്റെ അധികാരത്തിൽ ആയിത്തീരുവടേറ്റുള്ളൂ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഹവ്വയിലൂടെ ആ കയ്യിൽ ജനിക്കപ്പെടുവാനായ സമയത്ത് ഹവ്വ അനുഭവിച്ച വലിയ വേദനകൾ, ഗർഭകാലത്തിന്റെ വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അവളെ ദൈവത്തോട് അടുപ്പിക്കുവാനിടയാക്കി. അവിടെയാണ് അവർ വീണ്ടും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് നീ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു പറഞ്ഞത്. ഈ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു പറഞ്ഞാൽ വേദന ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, അതിന് ശമനത്തിന് വേണ്ടി എന്ത് ചെയ്യുള്ളൂ, നാം ആഗ്രഹിക്കുള്ളൂ. ആദമുഖവും അവര് ഇരുളായി തീർന്നു. എന്നാൽ വേദന വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആരിലേക്ക് തിരിയണം?
ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന്. വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിനോ ശരീരത്തിനോ ഹൃദയത്തിനോ ഏതെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ വേദന മാറ്റുവാൻ വേദന സംഹാരികളും മറ്റു പല മരുന്നുകളും ഇവിടെ ഉണ്ടെങ്കിലും അതൊക്കെ താൽക്കാലികമായിട്ടുള്ള സൗഖ്യം നൽകുമ്പോൾ സർവശക്തനായവനിലേക്ക് മടങ്ങി, ദൈവമേ, എന്റെ വേദന ഈ മരുന്നിന് മാറ്റാൻ കഴിയത്തില്ല, ഈ കാര്യങ്ങൾക്ക് എന്റെ വേദന മാറ്റാൻ കഴിയത്തില്ലെന്നാൽ അങ്ങേക്ക് എന്റെ വേദന മാറ്റുവാൻ കഴിയും, എന്റെ മുറിവിനെ വെച്ചു കെട്ടുവാൻ കഴിയുമെന്ന് ദൈവത്തിലേക്ക് നോക്കി തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ കരുണയുള്ള ദൈവം അവരെ വേണ്ടി കൈവിടാതെ വീണ്ടും ദൈവമക്കളാക്കി തീർത്തു. അങ്ങനെയാണ് ആ തിരഞ്ഞെടുക്കുവാൻ യോഗ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവകാശമുണ്ടായിരുന്ന ആദമും ഹവ്വയും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു കയ്യിൽ ജനിക്കുന്നതിന് മുമ്പായി. ദൈവരാജ്യം വീണ്ടും എന്ത് ചെയ്തു? അവിടെ പ്രത്യക്ഷമായി. ഭൂതകാല ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വ്യാപരിച്ച ദൈവശക്തി അത് പ്രവർത്തനത്തിൽ അത്രമാത്രം ശക്തമായിട്ടില്ല. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭൂതകാല ദൈവരാജ്യത്തിൽ നിന്ന് വർത്തമാനകാല ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ശക്തതയോടുകൂടിയാണ് ദൈവരാജ്യം വ്യാപരിപ്പാനിടയാക്കുന്നത്. ഭൂതകാലത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച നാൾ മുതൽ സ്ഥാപിച്ച ദൈവരാജ്യം അതിന്റെ പ്രവർത്തന മണ്ഡലം നാം നോക്കുമ്പോൾ ശക്തിയുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടന്നുകൊണ്ട് അവൻ വാളുകൊണ്ടിരുന്നത്. അന്ന് വ്യാപരിച്ചിരുന്നത്, ആദത്തിൽ വ്യാപരിച്ചിരുന്ന ആ ദൈവശക്തി ഈ സാത്താനെ തകർക്കുവാൻ തക്കവണ്ണം, അതിനെ അതിജീവിപ്പാൻ തക്കമുള്ളതായിരുന്നില്ല. എന്നാൽ മനുഷ്യനെ ദൈവം ആ കാലാകാലങ്ങളിൽ ശക്തീകരിച്ചുകൊണ്ട് അവന്റെ പദ്ധതിക്ക് വേണ്ടി എന്ത് ചെയ്തു? മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആദത്തിലും ഹവ്വയ്ക്കും ആദ്യമായി ജനിച്ച കയ്യിലും ദൈവരാജ്യത്തിൽ പെട്ടവനായിരുന്നു. അവന്റെ പേരും ജീവസ് എഴുതി മൂന്നാമത്തെ ദൈവരാജ്യത്തിൽ പേരെഴുതപ്പെട്ട വ്യക്തിയാണ് കയ്യിൽ. അപ്പോൾ ആദം, ഹവ്വ, കയ്യിൽ ഇവരാണ് ലോകാരംഭത്തിൽ ദൈവരാജ്യത്തിൽ പേരെഴുതപ്പെട്ട 3 പേർ. പിന്നീട് ഹാബേൽ ജനിക്കുന്നതോടുകൂടി ഈ കയ്യിൽ ഇരുളിന്റെ വഴിയിലേക്ക് പോവുകയും ദൈവം പറഞ്ഞു, പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൽ പ്രവേശിപ്പാൻ സാധ്യതയുണ്ട്. അവൻ സാധാരിക ഇഷ്ടത്തിന് അവൻ വിധേയപ്പെടുകയും അവൻ മുഖാന്തരം എന്ത് ചെയ്തു? അവൻ അത് കീഴ്പ്പെടുകയും ചെയ്തതോടുകൂടി അവൻ ഹാബേലിനെ കൊല്ലുകയും എന്നേക്കും ശാപമുള്ളവനായി ഒരിക്കലും മടങ്ങി വരാതെ അവൻ ദൂരത്തു പോയി അവൻ അവിടെ കെട്ടിപ്പടുത്തുയർത്തിയ സാമ്രാജ്യത്വമുണ്ടായിരുന്നു. കയ്യിന്റെ പട്ടണങ്ങൾ അവൻ പണിവനെത്തുന്നു. അവൻ പണിതുയർത്തിയത് മുഴുവനും ശാപത്തിൻ്റെതായിരുന്നു. അവന്റെ തലമുറ മുഴുവനും ശപിക്കപ്പെട്ടതായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി നോട് ദേശത്ത് അവർ പാർക്കുവാനിടയാത്തുന്നാണ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയാത്തുന്നു കയ്യിന്റെ വംശം. എന്നാൽ ഹാബേലിനെ കൊന്നുകളഞ്ഞെങ്കിലും ദൈവരാജ്യത്തെ നശിപ്പിച്ചു കളയുവാൻ സാത്താന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ കയ്യിൽ അവൻ കൊലപാതകനായി ഈ ഹാബേലിനെ കൊന്നതോടുകൂടി സാത്താൻ വിചാരിച്ചത് ദൈവരാജ്യം അസ്തമിച്ചു പോകുമെന്നാണ്. എന്നാൽ ദൈവം അവന് പകരമായി ശേത്തിനെ കൊടുക്കുവാനിടയാക്കുന്നു. ശേത്തിന്റെ പരമ്പരയിലൂടെ ദൈവത്തെ ഭയമുള്ള തലമുറയുണ്ടായി. അപ്പോൾ നോഹയുടെ കാലം വരെ നാം കാണുവാൻ സാധിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിതമായിരുന്നു, ദൈവരാജ്യം ഉണ്ടായിരുന്നു. നോഹ ഉൾപ്പെടെയുള്ള എല്ലാവരും അന്നത്തെ കാലത്തിൽ വിനയും മ്ലേച്ഛതയുടെ ശക്തി ശൂന്യമാക്കുന്നവർ വ്യാപരിപ്പാൻ തുടങ്ങി. കയ്യിന്റെ തലമുറയിൽപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു? അവര് വർദ്ധിച്ചു വരുവാനായിട്ട്. അതുപോലെ ശേത്തിന്റെ വംശപാരമ്പര്യം, ആദത്തിന്റെ വംശപാരമ്പര്യം അവരും വർദ്ധിച്ചു വരുവാനിടയായിരുന്നു. നോഹയുടെ കാലമായപ്പോഴത്തേക്കും പാപം വർദ്ധിച്ചു വരുവാനിടയായിരുന്നു. ആ കാലഘട്ടത്തിൽ സാത്താന്റെ അധികാരം കൂടുതലും നോഹ ഉൾപ്പെടെയുള്ള 8 പേർ ആകുന്ന ഒരു ചുരുങ്ങിയ ഒരു എണ്ണസംഖ്യയിലേക്ക് ദൈവരാജ്യം ചുരുക്കപ്പെടുവാനിടയായിരുന്നു. എന്നാൽ ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവം അവരോട് പറഞ്ഞതനുസരിച്ച്, ദൈവം അവർക്ക് അത് കാണിച്ചു കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് അവിടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി അവർ അതിലൂടെ എന്ത് ചെയ്തു? രക്ഷപ്പെടുവാൻ ഇടയാക്കുന്നു. അവരാണ് ഇപ്പോഴത്തെ ലോകത്തിലേക്ക് പ്രവേശിച്ച ദൈവരാജ്യത്തിന്റെ വക്താക്കൾ 8 പേരാണ് ഇപ്പോഴത്തെ ലോകത്തിലേക്ക് പ്രയത്നത്തോടുകൂടി ദൈവം അന്നുണ്ടായിരുന്ന സകല ദുഷ്ടന്മാരെ എന്ത് ചെയ്തു? ഇല്ലാതാക്കി കളയോടെയുണ്ട്. എന്നാൽ ഇതിന് സംഭവിക്കുന്ന കാര്യം എന്തായിരുന്നു? എന്താണ് ഇതിന്റെ കാരണമായി? മ്ലേച്ഛത എങ്ങനെയാണ് പെരുകുന്നുള്ളത് ചോദിക്കുമ്പോൾ, ഈ സാധാരിക ഇടപെടൽ മുഖാന്തരമായി അവൻ എവിടെയായിരുന്നുവോ അവൻ പരദേശിലായിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നു. അവൻ അവിടെ ചെന്ന് വശീകരിച്ച്
മനുഷ്യപരിശാരിക്കുന്ന ദൂതന്മാരെ വശീകരിച്ചിട്ടാണ് അവൻ ദുഷ്ടദൂതന്മാരായി മനുഷ്യരായി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളുമായി അവരിലുള്ള സംഗമത്തിലുണ്ടായതാണ്. ദുഷ്ട ദൂത സംഗമത്തിലൂടെ മനുഷ്യ സംഗമത്തിലുണ്ടായതാണ് നാം തിരുവനന്തപുരത്തിൽ കാണുന്ന അമാനുഷിക മനുഷ്യരുണ്ടാകപ്പെടുവാനായിട്ട്. ദൈവം സൃഷ്ടിച്ച സാധാരണ ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന സാത്താന്റെ വഷളായ ജ്ഞാനം മുഖാന്തരമായി വഷളത്വം പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം മുഴുവൻ ഒരു വഷളത്വം പ്രവേശിച്ചതിന്റെ അർത്ഥം എന്താണ്? ശൂന്യമാക്കുന്നവൻ അവിടെയും സജീവമായി പ്രവർത്തിച്ചപ്പോൾ അവൻ ആകാശശക്തികളെ കീഴ്പ്പെടുത്തി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അവർ ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കുമ്പോൾ അവർക്കൊരിക്കലും മനുഷ്യസ്ത്രീകളോടുകൂടെ വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ അവർ എപ്പോൾ പാപം ചെയ്ത് അവർ തേജസ് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ മനുഷ്യ സദസ്യരായി ഭൂമിയിൽ വന്ന് അന്നത്തെ കാലത്ത് പുരാതന ലോകത്തുണ്ടാകുന്ന സ്ത്രീകളുമായി അവർക്ക് സഹവസിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് തലമുറയുണ്ടായതെന്നാൽ ഇപ്പോഴത്തെ ലോകത്തെ സാധ്യമാകാത്ത രീതിയിൽ ദൈവം മനുഷ്യന്റെ ആരോഗ്യത്തെയും ആയുസിനെയും മാറ്റിവളരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാതിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലാണ് ദുഷ്ടദൂതന്മാർ വീണ്ടും ദുഷ്ടദൂതന്മാർ ഉണ്ടാകുന്നത് നോഹയുടെ പ്രളയത്തോട് അനുബന്ധമായിട്ടാണ് ദുഷ്ടദൂതന്മാർ ഉണ്ടായത്. എങ്ങനെയാണ് സാത്താന്യ സാമ്രാജ്യത്വം ഉണ്ടായെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് സാത്താന്യ സാമ്രാജ്യം? അപ്പോൾ ഏകനായിരിക്കുന്ന സാത്താൻ അവൻ മനുഷ്യനോട് പ്രവർത്തിച്ച് ദൈവരാജ്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. അതിൽ അവൻ ഒരു പരിധി വരെ വിജയിച്ചു. ലോകാരംഭത്തിന് ആരംഭം വിട്ടു. അവിടെ കയ്യിനെ അവന്റെ പക്ഷത്താക്കി ഒരു കൂട്ടം ജനത്തെ അവന്റെ അതിരുതിലാക്കുവാൻ ഇടയാറ്റു. എന്നാൽ ഹാബേൽ മരിച്ചപ്പോൾ പകരമാറ്റുന്ന ശേത്ത് മുഖാന്തരമായിട്ടുള്ള തലമുറയിലൂടെ ദൈവം ലോകയിലെത്തിയപ്പോൾ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ 8 പേരെ ദൈവത്തിന് വിമലപിക്കുന്നവരായി കണ്ടു. അവരെ ദൈവം ചെയ്തു ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി പെട്ടകത്തിലൂടെ ഇപ്പോഴത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കാരണമാറ്റുന്നത് ദുഷ്ടദൂതന്മാർ മനുഷ്യരായി വന്ന് ഇവിടുത്തെ സ്ത്രീകളുമായി ദുഷ്ടദൂത മനുഷ്യ സംഗമത്തിൽ ഉണ്ടായതാണ്. അമാനുഷ്യരായിരിക്കുന്ന മനുഷ്യർ. അപ്പോൾ അന്ന് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ചെയ്തു എന്നേക്കുമുള്ള വിധിക്കായി അന്ധതമനുസരിച്ച് അങ്ങനെയിട്ട് നരകത്തിലാക്കിയിരിക്കുന്നതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പാപം ചെയ്തവരെ എന്നേക്കുമുള്ള ന്യായവിധിക്കായി അന്ധതമനുസരിച്ച് അങ്ങനെയിട്ട് അവരെ എവിടെ ഇട്ടിരിക്കുകയാണ്? നരകത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ അമാനുഷ്യരായിരിക്കുന്ന മനുഷ്യരും മുങ്ങി മരിച്ചപ്പോൾ മനുഷ്യരുടെ ആത്മാക്കളെ ദൈവം വിടേണ്ട മണ്ണാന്തരങ്ങളിലേക്ക് വിട്ടപ്പോൾ അമാനുഷ്യരായിരിക്കുന്ന ആത്മാക്കളെ പാതാളത്തിൽ വിട്ടില്ല. അവരാണ് അലഞ്ഞു തിരിഞ്ഞ ഭൂതാത്മാക്കളായി അന്നു മുതൽ ഈ പ്രപഞ്ചത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഭൂതാത്മാക്കൾ ഉണ്ടായത്? എങ്ങനെയാണ് ദുഷ്ടദൂതന്മാരുണ്ടായത്? എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്, ഇരുണ്ടായത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചുരുക്കമായി പറഞ്ഞപ്പോൾ ഈളായിരിക്കുന്ന സാത്താൻ അവൻ അഹങ്കാരിയായി പാപം ചെയ്ത് അവൻ ആകാശത്ത് വെട്ടേറ്റ് നിലത്ത് വീണ് ഈ ഒന്നാമത്തെ ആകാശത്തെ ഭൂമിയിൽ കാര്യശൂന്യമാക്കി തീർത്ത ശേഷമായി അതങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവപ്രവൃത്തി ഉണ്ടായപ്പോൾ ഇരുളിനെ വേർതിരിച്ച ദൈവം വെളിച്ചം അവിടെ വരികയും അത് മുഖാന്തരമായി മനുഷ്യ സൃഷ്ടിയെ ഉളവാക്കുകയും മനുഷ്യരെയും ഏതൻ തോട്ടത്തിലാക്കി അവിടെ ദൈവം വെച്ചിരുന്നു. അത് അവർ സമയം വരെ അവരവിടെ ആയിരുന്നു നിഷ്പാപയുഗത്തിലായിരുന്നു. അവിടെ സാത്താൻ ഒഴിഞ്ഞു കയറി പാപത്തെ അടിമപ്പെടുത്തി സാത്താന്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഇടയാറ്റുന്നു. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത വേദനയിലൂടെ ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ആദമുഖവയും ക്ഷേത്തുൾപ്പെടെയുള്ളവർ ദൈവത്തെ അംഗീകരിക്കുന്ന തീർന്നു. എന്നാൽ സാത്താൻ അവന്റെ പ്രവൃത്തി വ്യാപരിപ്പിക്കുകയും അവനെന്ത് ചെയ്തു? അവൻ നോഹയുടെ കാലമായപ്പോൾ വേക്ഷത പ്രവർത്തിക്കാൻ വേണ്ടി ദൂതന്മാരെ വശീകരിച്ച് ദുഷ്ടദൂതന്മാരെ മനുഷ്യദർശന്മാരാക്കി ഭൂമിയിൽ കൊണ്ടുവന്ന് മനുഷ്യസ്ത്രീകളുമായുള്ള സംഗമത്തിലൂടെ ഒരു അമാനുഷിക സങ്കരവർഗത്തിലുള്ള ജാതി ഉൾപ്പെട്ടു. അവർ മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കളെയും പാതാളത്തിൽ വിട്ടില്ല. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂതങ്ങൾ പറയുക, ഞങ്ങൾക്ക് നിന്നെ അറിയാം, നീ പരിശുദ്ധനാ, ഞങ്ങളെ എവിടെ വിടരുത്, പാതാളത്തിൽ ഞങ്ങളെ പറഞ്ഞു വിടരുത്, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ദൂരാത്മക പറയുകയാണ്, ഞങ്ങൾക്ക് നിന്നെ അറിയാം, നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ഞങ്ങളെ നശിപ്പാൻ വന്നിരിക്കുന്നുവോ? സമയത്തിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്തത്? ഞങ്ങളെ പാതാളത്തിൽ ദണ്ഡിപ്പിക്കാൻ വിടരുതെന്ന് പറയുക. അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു ദിവസമുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഭൂരാത്മാക്കൾ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം ശാസ്ത്രം മിണ്ടരുത് പറഞ്ഞത്. കാരണം യേശുവിനെ പരസ്യപ്പെടുത്താൻ തുടങ്ങി. യേശു ആരാണെന്ന് അന്നത്തെ ഇരികാന്തിവേശയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഭൂതാത്മാക്കൾക്ക് അറിയാമായിരുന്നു യേശു ആരാണ്. അവനാണ് ഭൂതശാന്തി യേശു പറഞ്ഞത് മിണ്ടരുത് എന്ന് പറഞ്ഞത് ശാസിക്കാൻ കാരണമാറ്റുന്നത്. അന്ന് നോഹയുടെ പ്രളയത്തുണ്ടായപ്പോൾ ഉണ്ടായ ഈ കൂട്ടമാണ്
ഭൂതാത്മാക്കളായി ഉണ്ട്. അതിന് വംശവദ്ധമില്ല, അത് എത്രയാണ് അത്രയുണ്ട്, അത് ഭൂമിയിലുണ്ട് ഒട്ടു. എന്നാൽ ഈ ഭൂതാത്മാക്കൾ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ നമ്മെ അതിന് വ്യാപരിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ടാണ്. എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്? എങ്ങനെയാണ് ഇരുളുണ്ടായത്? എങ്ങനെയാണ് ദുഷ്ടന്മാരുണ്ടായത്? എങ്ങനെയാണ് ഭൂതാത്മാക്കൾ ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ചുള്ള ചരിത്രമാണ് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ട്, പിന്നീട് ചോദിക്കാം. സമാധാനമുള്ള ദിവസം നാളെ തരുന്നതായിരിക്കും. ഏത് സംശയത്തെ ഞാൻ സ്വാഗതം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിൽ ദൈവരാജ്യവും അതുപോലെ സാത്താനിക രാജ്യവും തമ്മിലുള്ള പോരാട്ടം ലോകാരംഭം മുതൽ ഇവിടെ തുടങ്ങി. അത് എന്നും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ അതിന്റെ ദീർഘമായിരിക്കുന്ന ചരിത്രം നമുക്കറിയാം. അങ്ങനെ ദൈവം അബ്രഹാമിലൂടെ ഒരു വാഗ്ദത്ത സന്തതിയെ കാണുകയും അവരിലൂടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉടലെടുക്കുകയും അവർക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ന്യായപ്രമാണം വന്നു. അപ്പോൾ ആരംഭകാലത്തോട്ട് ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് അവർ ദൈവമക്കളായത് എന്നുള്ളത് നമ്മൾ അറിയണം. എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ ദൈവരാജ്യത്തിന് അംഗമായി തീരുന്നത്? മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അത് ബലാത്കാരേണ ദൈവരാജ്യം കൈവശമാക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതേക്കുറിച്ച് കർത്താവ് അതായത് സുവിശേഷത്തിൽ പറഞ്ഞിരുന്നു, യോഹന്നാന്റെ നാൾ മുതൽ ഇന്നേ വരെ ബലാത്കാരികൾ ദൈവരാജ്യം എന്ത് ചെയ്യുന്നു? ബലാത്കാരം ചെയ്യും. അപ്പോൾ ഭൂതകാലത്തിൽ 3 രീതിയിലുള്ള കാര്യങ്ങളാണ്. മൂന്ന് കൂട്ടരുണ്ടായിരുന്നു. ഒന്ന്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ. നമുക്കറിയാം, വെബ്രാലേഖനം മുഴുവൻ വായിക്കുമ്പോൾ അദ്ദേഹം വായിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നീതീകരണം പ്രാപിച്ചിരുന്നെങ്കിലും അവർക്ക് രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടായിരുന്നില്ല. 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, എബ്രായലേഖനം 11-ാമത്തെ 7-ാം വായിക്കുമ്പോൾ ഭൂതകാലത്തിൽ എങ്ങനെയാണ് ആദം ഉൾപ്പെടെയുള്ള ഹാബിൽ ഉൾപ്പെടെയുള്ളവർ അവർ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്നുള്ളതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയത്. 11-ാമത്തെ 7-ാം വാക്യം. എങ്ങനെയാണ് അവർ ആയത്? 11-ാമത്തെ 7-ാം വാക്യം, 11-ന്റെ 7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്ത ഭയഭക്തിപൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്തു. അതിനാൽ അവൻ അപ്പോൾ പഴയ നിയമത്തിലെ പുരാതന ലോകം മുതൽ ന്യായപ്രമാണം വരെയുള്ള വിശുദ്ധന്മാർ, നീതിമാന്മാർ എങ്ങനെയായെന്ന് ചോദിച്ചാൽ അവർ വിശ്വാസത്താലാണ് എന്ത് ചെയ്തത്? നീതിരിക്കപ്പെട്ടത്. എന്തിനാണ് വിശ്വസിച്ചതിലാണ്? ദൈവം പറയുന്ന വചനത്തിൽ അവൻ എന്ത് ചെയ്തു? വിശ്വസിപ്പാനിടയായിരുന്നു. അപ്പോൾ ഭൂതകാല ദൈവരാജ്യത്തിൽ അന്ന് പ്രവർത്തനം ശക്തിയോടെ അല്ലായിരുന്നെങ്കിലും അന്നും ദൈവവചനത്തിന്റെ അള്ളപ്പാടുകളെ അംഗീകരിക്കുന്ന ആ ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. അവരുൾപ്പെട്ടതായിരുന്നു ദൈവരാജ്യം എന്നുള്ളതും. അപ്പോൾ ആ ഒരു കൂട്ടത്തിന്റെ നശീകരണത്തിന് വേണ്ടി സാത്താൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ന്യായപ്രമാണം വരുന്നതുവരെ അവർക്ക് വാക്കാൽ ലഭിച്ചിരുന്ന വാമൊഴിയാൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ അള്ളപ്പാടുകളെ ഭയഭക്തിയോടെ കേട്ടിട്ടാണ് അവരെന്ത് ചെയ്തത്? വിശ്വാസത്താൽ എന്ത് ചെയ്തു? നീതി പ്രാപിച്ചു. പക്ഷേ രക്ഷാപൂർത്തിയാണ് അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് അത് തുറന്ന രേഖ 11-ാം അധ്യായം അതിന്റെ 39-40 വാക്യം. അവർക്ക് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചെങ്കിലും അവർ രക്ഷാ പൂർത്തീകരണം പ്രാപിച്ചത് 11-ാം അധ്യായം 39-40. അവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ പഴയ പൂർവ്വപിതാക്കന്മാർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ. എന്താണ് വാഗ്ദത്ത നിവൃത്തി? എന്താണ് വാഗ്ദത്തം? ആർക്കെങ്കിലും പറയാം? എന്താണ് വാഗ്ദത്തം? നിത്യജീവൻ എന്ന വാഗ്ദത്തത്തിന് അവര് അതുവരെ യോഗ്യരായി തീർന്നില്ല. അവര് നീതീകരണം പ്രാപിച്ചു. പക്ഷേ നിത്യജീവന് കാരണമാക്കിയിരുന്ന കുഞ്ഞാന്റെ രക്തം പാപത്തിന് പരിഹാരമായി ചൊരിയപ്പെടാത്തത് കൊണ്ട് അവർ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചെങ്കിലും അവർ ബദ്ധന്മാരായി വാഗ്ദത്തത്തെ കാത്തുകൊണ്ട് നിത്യജീവനെ ആഗ്രഹിച്ചുകൊണ്ട് അവർ ബദ്ധന്മാരായി മീതെയുള്ള പാതാളത്തിലായിരുന്നു. ആണ് അവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവര് അവർ നീതീകരണം പ്രാപ്തി. നിങ്ങൾ വിചാരിക്കും നമ്മളും വിശ്വാസത്തിലല്ലേ? അപ്പോൾ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉള്ളിൽ തന്നെ ചിലർക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ? തോന്നിയിട്ടില്ലേ? ഞാൻ കൊണ്ടുവരാം. എന്താണ് ദൈവസഭയുടെ വിശ്വാസവും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ ക്ലാസ്സിന് എന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലാക്കി തീരും. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രയത്നിക്കുന്നത്. അതിലേക്ക് ഇത് വരണം. ഇപ്പോൾ അന്നത്തെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തിലല്ലേ രക്ഷിക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ പിന്നെ ഈ ദൈവസഭയും വിശ്വാസികളല്ലേ? നമ്മൾ വിശ്വാസമല്ലേ? എന്നാൽ
അതിന് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞായിരിക്കും ഈ സെഷൻ അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുസ്തകം ഈ മനസ്സ് വായിക്കാൻ പറ്റും. കേൾക്കുന്നവരുടെ മനസ്സിലിരിക്കുന്ന ചിന്താഗതികളെ നമുക്കും കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ് സംസാരിക്കുമ്പോൾ ആരുടെയൊക്കെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ആർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ കഴിയാതാകുന്നുണ്ട്, ഇത് എന്തൊക്കെയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം നിങ്ങളുടെ എല്ലാവരുടെയും ചിന്താമണ്ഡലങ്ങളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് കേട്ടോ. അവന് സകലതും മറഞ്ഞിരിക്കുന്നത് അവനെല്ലാം അറിയാം. നമ്മുടെ സംശയങ്ങളെ തീർക്കുവാൻ ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിക്കും. ഏതാണ് പുതിയ വിശ്വാസം എന്നുള്ളത് അക്കമിട്ട് നിരത്തി ഈ വചനത്തെ ഞാൻ ഉറപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ അവർ വിശ്വാസത്താൽ നീതിയുള്ളത് അങ്ങനെയല്ലേ ഇരിക്കുന്നത്? 14-ാം അധ്യായം ഇരിക്കുന്നല്ലേ? ഞാൻ പറഞ്ഞതല്ലാണോ? അല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. പൂർവ്വപിതാക്കന്മാർ വായിക്കുന്ന ആദം ഉൾപ്പെടെ, ഹാബേൽ ഉൾപ്പെടെ, അതുപോലെ നോഹ ഉൾപ്പെടെയുള്ള, അബ്രഹാം ഉൾപ്പെടെയുള്ള പിതാക്കന്മാരെല്ലാം ന്യായപ്രമാണത്തിന് മുമ്പ് വരെ അവർ എങ്ങനെയാണ് അവർ നീതി പ്രാപിച്ചത്? അവർ വിശ്വാസത്താൽ. എന്തിന്? ദൈവത്തിന്റെ വാമൊഴികളെ അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവം അത് നീതിയായി അവർക്ക് കണക്കിട്ടു. അവർ വിശ്വസിച്ചു. ദൈവം അതിനെ എന്ത് ചെയ്തത്? നീതിയായി കണക്കിട്ടു. എന്നാൽ നീതികരമായിരിക്കുന്ന പ്രവൃത്തി തികഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവർ ബദ്ധന്മാരായി പാതാളത്തിന്റെ മീതെയുള്ള പാതാളത്തെ അവർ ബദ്ധന്മാരായിട്ടിരിക്കുകയായിരുന്നു. അവര് ദൈവത്തിന് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം കഴിയാമായിരുന്നു വിടുതൽ പ്രാപിക്കുന്ന ദിവസം ഉണ്ടാകുമെന്ന്. ഇവിടെ രണ്ടാമത്തെ കൂട്ടരാണ് ന്യായപ്രമാണത്തിലൂടെ രക്ഷ പ്രാപിച്ചത്. ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുവാൻ ഇസ്രായേലിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ദൈവം പ്രമാണം കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ പിന്നീട് പുറപ്പാട് പുസ്തകം മുതൽ മലാഖി പുസ്തകം നോക്കിയാൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള പഠിപ്പീരും ചിന്തകളും അവരുമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഈ മിസ്രൈമിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പുറപ്പാട് പുസ്തകം മുതൽ മലാഖിയുടെ പ്രവചനങ്ങൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള സംഭാഷണങ്ങളും അവരുടെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പൂർവ്വപിതാക്കന്മാർ ഏറ്റവും വരയ്ക്കുന്നത്. ആ കാലഘട്ടത്തിൽപ്പെട്ടവരെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ലിഖിതമായ ചില നിയമങ്ങൾ കൊടുക്കും. ഇന്ന് നിങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ദൈവരാജ്യത്തോട് അകന്നവനായിരിക്കുകയില്ല. ഇങ്ങനെയല്ല പറഞ്ഞു. പരീക്ഷ ഓടി വന്നു എന്ന് പറഞ്ഞു. അവനെയൊക്കെ സ്നേഹിച്ച് പറഞ്ഞു, ഞാൻ ചെറുപ്പം ദൈവനെ സിന്ധു പറഞ്ഞു, നീ ദൈവരാജ്യത്തോട് എന്തല്ല അകന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തോട് അകന്നവനല്ല അവൻ ജോലക്കാരനെങ്കിൽ അതിന്റെ അർത്ഥം അവന് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ ചെയ്തതുകൊണ്ട് അവൻ നിത്യജീവനോട് യോജിച്ചു വരുന്നവനായിരുന്നു. എന്നാൽ വാക്തത്വത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അത് പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ന്യായപ്രമാണം മുഖാന്തരമായി, അത് ചെയ്തത് മുഖാന്തരമായി ദൈവം അവനെ നീതീകരിച്ചു. അതേക്കുറിച്ച് റോമർക്കെഴുതിയ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഈ ന്യായപ്രമാണ പ്രകാരമുള്ളവർക്ക് ദൈവം നീതി കണക്കിട്ടത് കടമായിട്ടായിരുന്നു കണക്കിട്ടത്. വായിച്ചാണ് നമുക്ക് 4-ാം അധ്യായം 4-ാം വാക്യം. എന്താണ്? എന്നാൽ പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കാക്കുന്നത് കൃപയായിട്ടല്ല കടമായിട്ടല്ല. എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത് പറഞ്ഞു പിടിയിട്ട് കേട്ടോ. ആർക്കും ബുദ്ധിമുട്ട് പറയണം കേട്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞു പോയി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തുള്ള ഇസ്രായേലിന് അവർക്ക് നീതി ലഭിച്ചത് എങ്ങനെയായിരുന്നു? അത് കൃപയായിട്ടല്ല കടമായിട്ടാണ് കൊടുത്തത്. പറഞ്ഞാൽ കടമായിട്ട് കൊടുക്കാതെ എന്താണ്? കടം കൊടുക്കാതെ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ്. വായ്പയാണ് കടം. കടം കൊടുക്കും. ദൈവം ന്യായപ്രമാണത്തിൽ കൊടുത്തത് കടം കൊടുക്കുകയായിരുന്നു. ഇന്നും അവര് കടത്തിൽ തന്നെയാണ്. എന്നാൽ നമ്മൾ സമൃദ്ധിയുള്ളവരാ. ഇന്നും ഇസ്രായേൽ കടക്കാരാ അല്ലെ? കടത്തിലാണ്. കാരണം അവർക്ക് ഇതുവരെയും ഈ കടം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കടം തീർത്ത് രക്ഷകരെ വിശ്വസിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ഇന്നും കടക്കാരാണ്. ദൈവം അവർക്ക് കടമായി കൊടുത്തു. കടം വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം യാക്കോബിനുണ്ടായിരുന്ന സന്തതിയോട് ദൈവങ്ങളോട് കണക്കിട്ടത്, കൂലി കണക്കിട്ടത് അവർ ചെയ്യുന്നതനുസരിച്ച് ദൈവർക്ക് കൂലി കൊടുക്കും. നമുക്കറിയാം, അഗ്നിസർപ്പങ്ങളെ ഇറക്കി അവിടെ കടിച്ചു കൊന്നു കളഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പക്ഷേ ദൈവം നീതി കണക്കിട്ടത് അത് കടമായിട്ടാണ് കണക്കിട്ടത്. അപ്പൊ റോമർക്കെഴുതിയ 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ് കടമായിട്ടുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. കടം എന്നുള്ളത് അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും
യഥാർത്ഥമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥമായിരിക്കുന്ന ഉറവയെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ ഉറവയിൽ നിന്ന് ലഭിക്കുന്നുണ്ടത് കടമായിട്ടാണ് ലഭിക്കുന്നത്. ഇന്നും ഇസ്രായേൽ ഒരുത്തൻ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്ന് ആ ന്യായപ്രമാണത്തിന് വേണ്ടി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവനെ കടമായി കൊടുക്കുകയാണത്. കാരണം കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടുള്ളതായ ആ കാര്യം അവരുടെ കടം തീരുന്നത് രണ്ടാമത്തെ വരവിലെ തീരുന്നു. യേശുവിനെ അംഗീകരിക്കുന്ന എന്ന് വരെയുണ്ടോ? അന്ന് വരെ ഇസ്രായേലിന് ന്യായപ്രമാണമായി നിൽക്കുന്നതുകൊണ്ട് അവിടെ കടം തീരത്തില്ല. എന്നാൽ നമ്മുടെ പാപത്തിന്റെ കടം മാറ്റുവാൻ ദൈവത്തിന് നമുക്ക് ലഭിച്ചതായി സ്തോത്രം ചെയ്യാം. അവരെ നമുക്ക് തന്നത് കൃപാദാനത്താൽ നമുക്ക് തരുവാൻ ഇടയാക്കുന്നു. കൃപയുടെ ദാനം, കൃപയുടെ ദാനം. രഹസ്യം സന്തോഷിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപയുടെ ദാനം. പക്ഷെ എന്നാൽ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന യാക്കോബിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേലിനോട് ദൈവം ഇന്നും ഇടപെടുന്നത്, അവനോട് ഇടപെടുന്നത് കടമായിട്ടാണ് ഇടപെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ കടമല്ല കടച്ചിട്ടെല്ലാം മാറ്റിക്കളഞ്ഞ് നമ്മെ സ്വതന്ത്രമാക്കിയ ദൈവത്തിന് ഇന്ന് രഹസ്യം ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ വിശ്വാസത്താൽ ഭൂപരാക്കന്മാർ നീതി പ്രാപിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ കടമായിട്ട് അവർക്ക് നീതി ലഭിക്കാൻ ഇടയാക്കും. മൂന്നാമതൊരു കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യായപ്രമാണത്തെ അല്ല താൻ പ്രസംഗിക്കുക, ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകനാണ്. അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചത് മാനസാന്റെ സ്ഥാനം പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ബലാത്കാരതയുള്ള ശക്തമായ നിയമങ്ങളെ അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ച് അവർ പ്രസംഗിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് യോഹന്നാന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം. മരുഭൂമി വിളിച്ചു വാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ പിതാവാൻ പുത്രന്റെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ വഴിയൊരുക്കുവാൻ വേണ്ട യോഹന്നാൻ ബലാത്കാരതയാണ് അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കുന്നത്. ന്യായപ്രമാണത്തിനെ ആശ്രയിച്ചില്ല. അവൻ അതിനെ കൈയടക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് പറയുന്നത് വചനം തെളിവുണ്ട്. മത്തായി സുവിശേഷിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് അന്ന് മുതൽ യോഹന്നാന്റെ സ്നാപനത്തിന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ എന്ത് ചെയ്യുന്നു? ദൈവരാജ്യത്തെ സൗഖ്യരാജ്യത്തെ ചെയ്യുന്നു ബലാത്കാരികൾ ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടം ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞ് ക്രിസ്തു പ്രസവിക്കുന്ന സമയം തുടങ്ങുന്നവരെയുള്ള സമയത്തെയാണ് ഭൂതകാല ദൈവരാജ്യ എന്ന് നാം പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പായുള്ള വർത്തമാനകാല ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് മുമ്പായി ഭൂതകാല ദൈവരാജ്യം കൂടെ ഉണ്ടായിരുന്നു. ആ രാജ്യം പ്രവർത്തനശക്തമായിരുന്നില്ല. എന്നാൽ ആദത്തിലൂടെ ദൈവരാജ്യം സ്ഥാപിതമാക്കി അവനെ ഞാൻ അടിസ്ഥാനക്കല്ലായിട്ടത്. അവനിലൂടെയുള്ള തലമുറയിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ കണ്ടെത്തി വിശ്വാസത്താൽ നീതിയുടെ പ്രാപിച്ച് അനേകരും മരിച്ച് അവർ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. തലമുറകളിലൂടെ കടന്നു പുരുഷന്റെ രാഷ്ട്രം ദൈവത്തിൽ നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അവരെ ദൈവം അവർക്ക് കൂലിയായി കണക്കിട്ടത് അവരുടെ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള കൂലി കണക്കിട്ട്. പക്ഷേ അത് മുഖാന്തരം ഒരൊറ്റത്തിന് പോലും നീതീകരണം പ്രാപിപ്പാൻ കഴിയില്ല. കാരണം 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാലും എന്ത് ചെയ്യും? കടമായിട്ട്. മനസ്സിലായോ? അതാണ് കടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ന്യായപ്രമാണത്തിൽ ഒരു ജനവും നീതീകരിക്കപ്പെടുകയില്ല. കാരണം എല്ലാം ചെയ്തു വന്നു. പക്ഷെ അവസാനം ഏതെങ്കിലും ഒന്നത്തിൽ ഒരു തെറ്റ് വന്നാൽ എന്ത് ചെയ്തു? അല്ലല്ലോ. അതാണ് കടം. ഇന്ന് അങ്ങനെ അല്ലാത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടമായിരുന്നെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി പോയത്. അതാ നമ്മുടെ കൃപാദാനമായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവയുടെ നിങ്ങളാരും വിഷാദമുഖരായി ലോകത്ത് ജീവിക്കരുത് കേട്ടോ. നാം ഭാഗ്യമുള്ളവരാ. നിനക്ക് ജോലി ലഭിച്ചതിനേക്കാൾ, ഒരു കൂലി ലഭിച്ചതിനേക്കാൾ, ഒരു സ്ഥാനം ലഭിച്ചതിനേക്കാൾ, എന്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത് വിലയും വിലയും അറിയാത്തത് കൊണ്ടാണ് ഈ ദിവസത്തിന് വളരെയധികം ഭാരമുണ്ടാകുന്നത്. അതിന്റെ വിലയും വിലയും അറിയാത്തതുകൊണ്ടാണ് എന്നും മൂകത. ഈ മൂകതകൾ എവിടെ അറിയോ? ശൂന്യത വരുന്നത് മൂങ്ങയുടെ സ്വഭാവം എന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? അത് വരുമ്പോൾ ശൂന്യതയാണ് പറയുന്നത് അല്ലേ? ശൂന്യതയാണ് പറയുന്നത്. ചിലതിനെ മിക്കരുതല്ലേ അതിനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ സന്ധ്യാസമയത്ത് ഒന്ന് മൂങ്ങ ഇരിക്കുന്ന പോലെ ഇവിടെ ആരും ഇരിക്കരുത് കേട്ടോ. ഈ അവസരം മൂങ്ങ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം.
നാം ഈ കാലഘട്ടത്തിൽ ജനിച്ചല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യാറ്. അതിന് വിലയെന്തെങ്കിലും അറിയാവുന്നതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. എന്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ഒന്നും പെട്ടെന്ന് കിട്ടാറില്ല. ഇപ്പോഴും കിട്ടാൻ ഒരു പ്രാർത്ഥന വിഷയമുള്ളൂ. അങ്ങനെ നോക്കിയാൽ എന്നെ വിട്ടുപോകുന്നതായിരുന്നു. പക്ഷേ ഉള്ളിൽ ജീവൻ തന്ന ദൈവത്തെ വിട്ടുപോകാൻ കഴിയത്തില്ല. നിത്യതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ദൈവത്തെ വിട്ടുപോകാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തെ അറിയാം. ഇവന് കൊടുത്താലും ഇല്ലെങ്കിൽ ഇവൻ പോകത്തില്ലെന്ന് സ്തോത്രം ഉദ്ദേശിക്കുന്നത്. ഞാനും നിങ്ങളും അല്പസമയത്തൊക്കെ ചില വിഷമമൊക്കെ ഉണ്ടാകും. പ്രാർത്ഥന കിട്ടിയില്ലെങ്കിൽ ചില വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷേ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഒരു സന്തോഷം വരും. എന്റെ ജീവിതത്തിൽ ചോദിച്ച വിഷയം മറുപടി സാധിക്കുമ്പോൾ ഞാൻ മനുഷ്യനാ വേഗത്തിൽ വാടിപ്പോകും. എന്നാൽ ഉള്ളിൽ ദൈവം പ്രത്യാശ നൽകും. നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. നിന്റെ സമയത്ത് അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം അതിന്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്യും. ഞാനും നിങ്ങളും പ്ലാൻ ചെയ്യുന്നത് മാറിപ്പോകും. എന്നാൽ ദൈവം എല്ലാത്തിനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അവൻ അതിന്റെ ഒരു സമയമുണ്ട്. കരമുയർത്തി പറഞ്ഞാട്ട് അവനതെല്ലാം നന്നായി ഭംഗിയായി ചെയ്യും. എന്റെ രഹസ്യം ഒരുപക്ഷെ ലഭിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. ദൈവം നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതവൻ നന്നായി ചെയ്യുന്ന ദൈവമാണ്. അവൻ നന്നായി ചെയ്യുക തന്നെ ചെയ്യും. സമയം തീരുമാനമായിട്ടൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. അതെ. അപ്പോൾ ഈ ഭൂതകാല ദൈവരാജ്യത്തിലെ 3 കൂട്ടരെ കുറിച്ച് നാം ചിന്തിച്ചു. ആരൊക്കെയാണ്? ഒന്ന്, വിശ്വാസത്താൽ നീതിയെന്ന് പ്രാപിച്ചിട്ടും വാക്തത്വത്താൽ നീതിയിൽ പ്രാപിക്കാതെ പോയോ. അബ്രഹാം ഉൾപ്പെടെ ഖായീൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉൾപ്പെടുമ്പോൾ രണ്ടാമതൊരു കൂട്ടരാണ് ന്യായപ്രമാണം സീനായി പർവ്വതത്തിൽ നിന്ന് ദൂരെ ഇറങ്ങി വന്ന് മോശയുടെ കയ്യിൽ എന്ത് ചെയ്തു? അഗ്നിമയമായ പ്രമാണം കൊടുത്തു. അങ്ങനെ പ്രമാണം ലഭിച്ചവർ ഒരു രാഷ്ട്രമുണ്ടാക്കി. ആ രാഷ്ട്രം ദൈവത്തിന്റെ രാജ്യമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അവരെപ്പോഴും ദൈവത്തിന് അകന്നു പോകുന്നവരും അന്യപ്പെട്ടവരുമായപ്പോൾ അവരോട് സംസാരിച്ചാണ് പ്രവചനങ്ങൾ, സങ്കീർത്തനങ്ങളൊക്കെ, വിലാപങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടാൻ ഇടയെത്തുന്നത്. അവരോടുള്ള ബന്ധത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. എന്നാൽ അതിനുശേഷമായി കാലം സമീപിച്ചപ്പോൾ, കാലത്തുകവുകൾ ന്യായപ്രമാണത്തിന്റെയും അഥവാ വാമൊഴിയുടെ കാലം അവസാനിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ കാലത്തിലേക്കും, ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിച്ചപ്പോൾ ബലാത്കാരനെ പിടിച്ചടക്കമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്തു? ലോകം മാറുവാനിടയെത്തും. യോഹന്നാൻ സ്നാപകന്റെ കാലം വന്നപ്പോൾ അന്നൊരു കൂട്ടർ എന്ത് ചെയ്തു? ഞങ്ങളൊരു പിടിച്ചടക്കം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവർ ഇറങ്ങിത്തിരിക്കാനിടയെത്തുന്നു. അങ്ങനെയുള്ളവരായിരുന്നു ഇടിമക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ ശിഷ്യന്മാർ രക്ഷപ്പെട്ടവർ. അവരെല്ലാവരും പരിച്ചെറിഞ്ഞു. അവർ യഹൂദന്മാർ ഉപേക്ഷിച്ചാലും വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാന് തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല. എന്ത് ചെയ്തു? ഒരു കൂട്ടർ എന്ത് ചെയ്തു? അവൻ പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്തു? ബലാത്കാരേണ അവന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങേണ്ടി വരും. യോർദാൻ നദിയിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റ് ബലാത്കാരനെ എന്ത് ചെയ്തു? അതിനെ പിടിച്ചടക്കുവാനിടയായിരുന്നു 3 കൂട്ടർ. ഇന്ന് ഈ 3 കൂട്ടറിൽ എല്ലാവരും കാണും. പക്ഷേ ഈ ഭൂതകാല ദൈവരാജ്യം ഉണ്ടായിരുന്നോ? എല്ലാവരും അതിനുണ്ടായിരുന്നോ? ഇല്ലയോ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഇതുവരെയും നമ്മൾ ചിന്തിച്ചുണ്ടായിരുന്നോ? ദൈവരാജ്യം എന്നുള്ളത് കർത്താവ് വന്നതിന് ശേഷമാണെന്നായിരുന്നു അല്ലേ ഇങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ഭൂതകാലത്തിൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഭൂതകാല ദൈവരാജ്യത്തെ കുറിച്ച് സംശയം മാറി വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാവിലത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരാണെന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറുമ്പോൾ വളരെയധികം പ്രയാസം തോന്നും. അതുകൊണ്ട് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ്. കാരണം ഇതുകൂടി കേട്ടിട്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിട്ട് വിശ്രമിക്കാമല്ലോ വിചാരിക്കുന്നതുകൊണ്ട് അതെന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞ് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 3 കൂട്ടരെ കുറിച്ച് മറന്നു പോകരുത്. വിശ്വാസത്താൽ നീതിയെന്ന് പ്രാപിച്ചിട്ടും വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ പോയോ. ന്യായപ്രമാണം ലഭിച്ചിട്ടും കടമായി തീർന്നവർ, അവർക്ക് ചെയ്തു നിൽക്കാൻ കഴിയാതെ പോയി. എന്തെല്ലാം പ്രമാണങ്ങളാ അല്ലെ? പ്രസയാചരിക്കണം, കൂടാതെ പെരുന്നാളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാ ചെയ്ത് കൂട്ടാനുണ്ടായിരുന്നത്. ഞാൻ പലപ്പോഴും നെഞ്ചത്ത് കയറി, കർത്താവേ ഇതൊന്നും കിട്ടാത്തതിനായ സ്തോത്രമൊക്കെ വന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ ഇതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് പ്രാർത്ഥനയ്ക്കാണോ ഞാൻ മഴയാണോ ഞാൻ വീട്ടിൽ ഇരിക്കുന്നവരാ പിന്നെ അന്ന് പറഞ്ഞ യാഗം നടത്താൻ പോകുന്നു അല്ലേ? അവർക്ക് പറ്റത്തില്ലായിരുന്നു. ഈ മാസം 14-ാം തീയതി നടത്തണമെന്ന് പറഞ്ഞാൽ 14-ാം തീയതി തന്നെ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. മഴയാ കാറ്റാണെന്ന് പറഞ്ഞാൽ മാറാൻ പറ്റത്തില്ല. കൃപയുടെ കാലവും ന്യായപ്രമാണത്തെ കാലവും വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. കല്ലിന് പോലുമായിരുന്നു വ്യവസ്ഥ, കല്ലിൽ കൊത്തിയ മണ്ണ് ശുശ്രൂഷയായിരുന്നു.
അന്നുണ്ടായിരുന്നു അല്ലെ? കല്ലിൽ കൃത്യ മണ്ണ് ശുശ്രൂഷ, അക്ഷര ശുശ്രൂഷയായിരുന്നു. അതും ഒരു കൂട്ടർ നേടൂ, അത് അംഗീകരിച്ചു വന്നു. നീതിമാന്മാരായിരുന്നു. സഖരിയാവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവർ അങ്ങനെ നിന്നവരാ അല്ലെ? നീതിമാനായിരുന്നു. യോഹന്നാന്റെ പിതാക്കന്മാരായിരിക്കുന്ന പിതാവിനെ മാതാപിതാക്കൾ നീതിമാന്മാരായിരുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രമാണങ്ങളിലും അതുപോലെ ചെയ്തു വന്നവരായിരുന്നു. പറഞ്ഞാൽ എവിടെയെങ്കിലും അവർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. എല്ലാവർക്കും കടമായി തീർന്നു. എന്നാൽ പുതിയ ദൈവത്തിൽ വന്നപ്പോൾ വർത്തമാനഗത ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്നപ്പോൾ അവൻ പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, അഥവാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീരെന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. എപ്പോഴും തുടങ്ങിയതറിയാമോ? യോഹന്നാൻ തടവിലായ ശേഷം. യോഹന്നാൻ തടവിലായ ശേഷം യേശു ശക്തമായി പ്രസംഗിക്കാൻ തുടങ്ങി. അതുവരെയും യേശു ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് നിർത്തി. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം ബലാത്കാരനെയുള്ള ആ ശക്തിയൊക്കെ ഉപയോഗിച്ചവൻ എന്ത് ചെയ്തു? അവന്റെ ശുശ്രൂഷയോടുകൂടി നിന്നു. എന്നാൽ മാനസാംശാണ് പിന്നെയും ഏറ്റവും അനേകര് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അന്നും അതിനെ ഉൾക്കൊണ്ടുപോയ അനേകര് അപ്പൊല്ലോസിന്റെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അവരെ മാറ്റിത്തിരുത്തുവാൻ ഇടയായിട്ടു. ഞാൻ പറഞ്ഞ ബലാത്കാരണ ദൈവരാജ്യം കൈവശമാക്കാൻ വേണ്ടി ഒഴിഞ്ഞിറങ്ങിയ ആൾക്കാരുണ്ട്, ഇന്നും സന്യസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഏതെങ്കിലും വിധത്തിൽ ദൈവത്തോട് അടുക്കണമെന്ന് ചിന്തിക്കുന്ന അനേക ഋഷിവരന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ അതിനുവേണ്ടി ബലാത്കാരണം പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാ. നമ്മളൊക്കെ അങ്ങനെ ബലാത്കാരണം പിടിക്കാൻ പോയാൽ നമുക്കൊന്നും പറ്റത്തില്ലായിരുന്നു. കൃപയാൽ ദൈവനെ സർവ്വസാധനത്തോടെ നമുക്ക് തന്നതിനായി, അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ കൊണ്ട് അപ്രാപ്യമായതിനെ മാറ്റിയെടുക്കുവാൻ ശക്തിയോടെ ദൈവരാജ്യം വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ശക്തിയോടെ ദൈവരാജ്യം വരും. പുരാതന ലോകത്തിൽ ന്യായപ്രമാണ കാലത്തിൽ മനുഷ്യൻ പിടിച്ചടക്കാൻ വേണ്ടി ലഭിച്ച കാലഘട്ടത്തിൽ ശക്തിയില്ലായിരുന്നു. അന്ന് ബലഹീനമായിരുന്നു, മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ശക്തിയോടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നപ്പോൾ അവൻ ഈ ഭൂമിയിൽ വന്നത് ശക്തിയോടെ പ്രസംഗിച്ച് അവരിൽ ശക്തി വ്യാപരിച്ചു. അത് മുഖാന്തരമായി ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയോടെ ശക്തിയോട് വ്യാപരിപ്പണിയെത്തുന്ന ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി, മരിച്ചു വീഴ്ക്കാൻ തുടങ്ങി, കുഷ്ഠരോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങി, രോഗികൾ അങ്ങനെ മുടന്തർ കുരുടർ അങ്ങനെ എല്ലാവരുമായിട്ടുള്ള പൈശാചിയിൽ ബന്ധിച്ചിരുന്നവരെല്ലാം ദൈവം എന്ത് ചെയ്തു? സാത്താനിക ബന്ധനത്തിൽ നയിച്ച് ദൈവരാജ്യം ഡിക്ലെയർ ചെയ്യുവാനിടയാക്കും. അതാണ് ദൈവരാജ്യം. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമായി ശക്തിയോടെ ദൈവരാജ്യം വ്യാപരിപ്പാനിടയാക്കി. വർത്തമാന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ്. അത് ശക്തിയോടുകൂടിയുള്ളതാണ്. അപ്പോൾ അതിന്റെ അകത്ത് ഉള്ളവർക്കുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്കത് മനസ്സിലാകും. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ഗ്രാഹ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആരായിരിക്കുന്നു നാം എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഏത് വിശ്വാസിയായിരിക്കുന്നു എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾക്ക് വല്ലതും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തന്നാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ നമുക്കെല്ലാം അറിയാവുന്നത്, അതുകൊണ്ട് ദീർഘമായി പറയേണ്ട ആവശ്യമില്ല. അതിന്റെ 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകും. ഇവിടുത്തെ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുക വെച്ചാൽ വർത്തമാനകാല ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് എന്ത് പല പ്രാവശ്യം വായിച്ചതാ. പക്ഷെ ഇത് അത്ര നേരം മനസ്സിലായില്ല. പഴയ നിയമത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ കൃപയില്ലായിരുന്നു. പുതിയ നിയമത്തിൽ കൃപായുഗത്തിൽ ഞാനും നിങ്ങളും കൃപായുഗത്തിന്റെ വിശ്വാസികളാണ്. എന്താണ് കൃപ? അർഹതയില്ലാത്ത എന്നെ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടി തന്റെ പുത്രനെ അർഹതയില്ലാത്ത ആ പാപം മുഴുവൻ ചുമത്തി അവനെ കൈവിട്ട് കളഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് കൃപ എന്ന് പറയുന്നത്. നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടി തന്റെ ഓമന പുത്രൻ അർഹതപ്പെട്ടവനല്ലായിരുന്നു. അവരെ പാപം ചുമത്തി, അവരുടെ മേൽ പാപം ചുമത്തി അവരെ ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മെ ഉയർത്തുവാൻ, നമ്മളോട് കരുണ കാണിക്കുവാൻ, നമ്മെ വിടുവിക്കാൻ വേണ്ടി
അവരെ ശാപമാക്കി തീർത്തതാണ് ദൈവത്തിന്റെ കൃപ എന്നുള്ളത്. അപ്പോൾ പുതിയ വിശ്വാസി കൃപയിൽ വിശ്വസിക്കുന്നവരാണ്. എന്തിനാ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വാക്കിൽ മാത്രമല്ല. പഴയ നിയമത്തിൽ വാക്കിലൂടെയും അക്ഷരത്തിലൂടെയുമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അവന്റെ കൃപയുടെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണ് പുതിയ നിയമ വിശ്വാസി. നമ്മൾ കൃപയുടെ വിശ്വാസികളാണ്. ഏതാ കൃപ? എന്താണ്? ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യയാഗ രക്തത്തിന്റെ ശക്തി മുഖാന്തരമായി ആ കൃപ അനുഭവിക്കുന്ന ദൈവജനം മൗനമായിട്ടിരിക്കരുത്. കരങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഞാനും നിങ്ങൾ വിശ്വാസികളല്ല, വെറും വിശ്വാസികളല്ല, യേശു ചെയ്ത രക്ഷാകരമായ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന കൃപയുടെ വിശ്വാസികളാണ് അവരാണ് വർത്തമാനകാല ദൈവരാജ്യത്തിന്റെ സന്തതികൾ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ ദൂതിന് വിടാമുടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലോകത്തിന് നമ്മൾ ആരാണ്? നാം വിശ്വാസികളല്ല. വിശ്വാസി പഴയ ദൈവത്തിൽ വാക്കുമാത്രം കേട്ട വിശ്വാസികളായിരുന്നു. എഴുതപ്പെട്ട കാരണങ്ങൾ വായിച്ച് അവരായിരുന്നു. പക്ഷേ നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഒരുവൻ 2000 വർഷം മുമ്പ് കാൽവരിയിൽ ചൊരിഞ്ഞ പാപക്ഷപാപത്തിന് പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ കൃപയുടെ രക്തത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം എന്ന് പകർസഭയോട് മടങ്ങിപ്പോകുന്നതുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നെ കൃപയുടെ വിശ്വാസിയാക്കിയതായി അവന്റെ പ്രവൃത്തിയെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് യേശു ചെയ്തതും അവൻ സംസാരിച്ചതുമായിട്ടുള്ളത്. ഒരു സുവിശേഷം എന്നുള്ളത് കൃപയുടെ സന്ദേശമാണ്. അത് വെറും വാക്കിലല്ല നിൽക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയില്ല, നമ്മുടെ സ്വയം പ്രവൃത്തിയല്ല. പഴയ നിയമത്തിലൊക്കെ സ്വയം പ്രവൃത്തിയെന്നമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പറയാൻ സാധിക്കും, യേശുവെ കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ നിന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്ന് പകർസമയം ഇതുകൊണ്ട് മനസ്സിലായിരിക്കുന്ന ഒരു ഭൂതകാല ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും വർത്തമാന ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.